സ്വാഗതം. അതേപോലെ തന്നെ ഇന്നൊരു ഉത്രാട ദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു. ഓണത്തിന്റെ തിരക്കിലാണ് എല്ലാവരും. ഉത്രാടപ്പാച്ചിൽ ആണ് ഇന്ന്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന മുഖങ്ങൾ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെന്നും ഇതിനകത്തുണ്ടാവും അല്ലേ? ഇപ്പൊ വീഡിയോ ഒക്കെ ഓണാക്കി ഇരിക്കുന്നവർക്ക് പ്രത്യേക ഒരു ഗുഡ് മോർണിംഗ് നൽകുകയാണ്. അതേപോലെ തന്നെ എൻ്റെ പേര് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പുഷ്കരൻ, പയ്യാവൂരാണ്. ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. വളരെ ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പൊ അതൊക്കെ പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഒരു നിമിഷം ഒന്ന് മൗനമായി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ. പിന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരുമ്പോൾ എന്നെ ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള കൃഷ്ണ സാറാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് സംസാരിക്കാൻ തുടങ്ങാൻ. അദ്ദേഹത്തോട് വളരെ സ്നേഹവും ആദരവും തോന്നുന്നുണ്ട് ഇപ്പം ഈ നിമിഷത്തിൽ. കാരണം നമ്മൾ ഈ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും അതേപോലെ ലോകത്തിന്റെ ഒക്കെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സൂമിൽ നമുക്ക് ഒരൊറ്റ മനസ്സോടെ KBCന്റെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ കാണാനും സംസാരിക്കാനുള്ള ഒരു അവസരം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയ അവസരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാം അല്ലെ? എല്ലാവരും പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല. നമുക്ക് എങ്ങനെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന്. അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം ഈ നേരം വെളുത്ത് 6 മണിക്ക് ഈ സൂമിൽ കയറി ഇങ്ങനെ വീഡിയോ ഒക്കെ ഓണാക്കി ഇരിക്കുന്നത് നമുക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം, ആ പണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം. എന്നും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കുന്ന ഒരാള് മിനീഷ് സാറാണ്. കാരണം ഈ ബിസിനസ്സിലോട്ട് വന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനകത്തേക്ക് എൻട്രി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സൂമിലൊക്കെ കയറി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഇതിലേക്ക് വന്നത്. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ഇതിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഒരു 1.5 വർഷക്കാലത്തെ. അപ്പൊ അതുകൊണ്ടാണ് എന്നെ ഈ ബയോടൂറിസത്തിലേക്ക് എത്തിച്ചത്. എൻ്റെ സുഹൃത്ത് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഈ കമ്പനിയിൽ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്നോട് പറഞ്ഞത് ഞാനൊരു 3-4 ലക്ഷം രൂപ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഈ സൂമിലൊക്കെ സംസാരിക്കാനും ഈ ആളുകളെയൊക്കെ കണ്ട് വിവിധങ്ങളായ പ്രദേശങ്ങളിലുള്ള ആളുകളെ കണ്ട് സംസാരിക്കാനുള്ള ഒരു സന്തോഷം കൂടി എനിക്ക് വേറെയുണ്ട്. ഒരു സന്തോഷത്തോടുകൂടി ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് സൂം ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്ക് സൂം ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ലിങ്ക് അയച്ചതാ. അങ്ങനെ ആ ലിങ്ക് മേടിച്ച് സൂമിൽ ID അടിക്കുന്നതിന് മുന്നേ കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്, അങ്ങനെയാണ് പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും ചെറിയൊരു ID, അതായത് അന്ന് 4200 രൂപയ്ക്ക് ഒരു റിസ്റ്റ് ബാൻഡ്, ഒരു വാട്ടർ എൻജിൻ കിട്ടും. അപ്പൊ അത് എടുത്തിട്ട് കയറാമെന്ന്, അത് സാധനം തന്നെ അറിയത്തില്ലായിരുന്നു. എന്തായാലും അങ്ങനെ അത് എടുത്ത് കയറാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ സൂമിൽ കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന്, ഈ പ്രൊഡക്റ്റിന് ഇത്രയും ഗുണം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടില് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സെയിൽ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് എത്ര കാലം വേണേലും മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ എത്ര നാളുകൾ കഴിഞ്ഞാലും ഇത് മാറില്ല. കാരണം നമുക്ക് എന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയിലുണ്ട്. മറ്റു പ്രൊഡക്റ്റുകളൊക്കെ അതിന് ശേഷം കുറെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, എല്ലാം നല്ല പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത 25 കൊല്ലത്തെ വാറന്റിയോട് കൂടി നമുക്ക് ഒരാ വ്യക്തിയുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. കാരണം ലൈഫിൽ ഒരൊറ്റ തവണ വാങ്ങിയാൽ പിന്നെ വാങ്ങേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് മെയിൻ ആയിട്ട് വന്നത്. കാരണം ഏതൊരു വ്യക്തിക്ക് ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ ബിസിനസ് എൻട്രി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. കാരണം 4 പേരൊരു വീട്ടിൽ പോയിട്ട് ഈ വിഷയം സംസാരിച്ചാല് തീർച്ചയായിട്ടും ആ വീട്ടിൽ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഈ സെയിൽ ക്ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ? നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഇതിനൊരു മൈനസ് ഉണ്ട്. ഈ ഓൺലൈൻ ബിസിനസിന് ഒരു മൈനസ് കിടപ്പുണ്ട്. കാരണം പണ്ടേ മണി ചെയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും. ഇപ്പൊ മണി ചെയിൻ കേൾക്കാത്ത ഒരാളും ഇല്ല. ഏത് വീട്ടിൽ പോയി പറഞ്ഞു ഇതാ മണി ചെയിനുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊരു മൈനസ് ഉണ്ട്. ഈ മൈനസിനെ ഒന്ന് പോസിറ്റീവ് ആക്കി കൊണ്ടുവന്നാൽ മതി. നമ്മൾ വലിയ വലിയ വിജയങ്ങൾ നേടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പൊ അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി
പിന്നെ വടകരയുള്ള കൊറമേരി സ്വദേശിയായിട്ട് മിനി സാറാണ്. അപ്പൊ മിനി സാറിനെ സെയിൽ ക്ലോസുമായി ബന്ധപ്പെട്ട് സെയിൽ എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം, എങ്ങനെ നമുക്ക് ബിസിനസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചെറിയ ചെറിയ സൂത്രവാക്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറയും. കാരണം ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്നെ കഴിഞ്ഞ് മുന്നേ എത്തിയിട്ടുള്ള ഒരു സാറാണ്. അപ്പൊ ഒരുപാട് അതുകൂടാണ്ട് വേറെയും ബിസിനസ്സുകളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസും ഉണ്ട് സാറിന്. മാത്രമല്ല കുറച്ചു കാലം പിന്നെ ഗൾഫിലായിരുന്നു. അപ്പൊ അതൊക്കെ മതിയാക്കി ഈ പിന്നെ ആക്റ്റീവ് ഇൻകം എന്നുള്ളത് മാറ്റി ഒരു പാസീവ് ഇൻകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിനീഷ് സാറ് ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തായാലും സാറിന് 10 ലക്ഷം രൂപയുള്ള ഈ ഒരു ബിസിനസ്സിലൂടെ സാറിന് നേടാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സാറിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ട്. ഈ പിന്നെ മാഗ്നറ്റിക് തെറാപ്പിയിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള കേരളത്തിലെ എനിക്കറിയാവുന്ന ഒരാള് ഇപ്പൊ മിനീഷ് സാറാണ്. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയാം. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വിനീഷ് സാറിനൊരു പിന്നെ ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഈ കാര്യത്തിൽ. കാരണം നമുക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന സാറാണ്. അപ്പൊ സെയിൽ ക്ലോസുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് വിനീഷ് സാറെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം വിനീഷ് സാർ. താങ്ക് യു സർ, താങ്ക് യു. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞോ. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആദ്യം തന്നെ നേരുവാണ്. ഇന്ന് വളരെ മനോഹരമായ ഒരു ദിവസം അല്ലേ? ഒരു ഓണത്തിന്റെ മുന്നോടിയായിട്ട് എന്താ പറയാ, നമ്മുടെ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും മനസ്സിലേക്ക് ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു വാക്കായിരിക്കും അല്ലെ? നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതും സമ്പൽ സമൃദ്ധിയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ ടോപ്പിക് ഇട്ടത്. ഇന്ന് അഭിലാഷ് സാറായിരുന്നു ശരിക്കും ടോപ്പിക് എടുക്കേണ്ടിയിരുന്നത്. രാത്രി ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് അഭിലാഷ് സാറിന് ചെറിയൊരു തിരക്കുണ്ട്. അതിന്റെ ഇടക്ക് എന്നോട് പറഞ്ഞു, ഇന്നാ പിന്നെ നാളെ നിങ്ങൾ എടുക്കും, മറ്റന്നാൾ ഞാൻ എടുക്കുന്നത്. അങ്ങനെ കുറെ ലീഡേഴ്സ് ഉണ്ട്. ഈ ബയോടൂറിസം KBCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറെ നല്ല വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് സൂമിൽ കയറുന്ന ആളുകൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ എല്ലാവർക്കും ജീവിതത്തിൽ ആദ്യം തന്നെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഇന്നു മുതൽ അങ്ങോട്ടേക്ക്, ഇന്നലെ വരെ എന്ത് എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് ഇന്നു മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു അബണ്ടൻസ് ആയ ഒരു ലൈഫ് നേരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ഗോൾ സെറ്റിങ്ങും അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ്. അപ്പൊ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാല് ഗോൾ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, വ്യക്തമായ ഗോള് ജീവിതത്തിലുള്ളവരും ബയോട്ടറിലല്ല കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും എന്റെ ടീമിന്റെ അടുത്തൊക്കെ പറയുന്നത്, ബയോട്ടോറിയം എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ലൈഫിലുള്ള ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മുടെ കയ്യിലേക്ക് ദൈവം തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബയോട്ടോറിയം. അത് മനസ്സിലാക്കാതെയാണ് പലരും ബയോട്ടോറിയം ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ദുരന്തം. ഈ ബയോട്ടോറിയം മാറ്റിവെച്ചാലോ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് പർപ്പസ് ഉണ്ടോ, എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? എനിക്കുണ്ടോ അല്ലെ? ആദ്യം എന്നോടല്ല ഞാൻ ചോദിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ലക്ഷ്യങ്ങളുള്ള എത്ര പേര് ഈ സൂമിൽ എന്റെ മുന്നിൽ ഇപ്പൊ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേടിയെടുക്കാൻ വേണ്ടി ലോകത്തിലുള്ള പല ട്രെയിനേഴ്സും പലതരത്തിലുള്ള ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, നടപ്പിലാക്കാനാണ് എല്ലാത്തിനും ബുദ്ധിമുട്ട് അല്ലെ? അതുകൊണ്ട് തന്നെ എനിക്കറിയേണ്ടത്, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ഗോൾ എന്നോ അല്ലെങ്കിൽ യെസ് എന്ന് എന്ത് ചെയ്യാം, ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്താണ് ഗോൾ എന്നൊന്നും ആരും സ്പെസിഫൈ ചെയ്യണ്ട. ചില ആളുകൾക്ക് വീട് വെക്കാനായിരിക്കും, ചില ആളുകൾക്ക് പണം സമ്പാദിക്കലായിരിക്കും, ചില ആളുകൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കും, അല്ലെങ്കിൽ സ്ഥലം വാങ്ങാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ? പല തരത്തിലുള്ള മോഹങ്ങൾ ഉണ്ടാവും. ചെറുതും വലുതുമായ ഗോൾസ് ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. പക്ഷെ പറയാൻ പേടിയാണ് അല്ലെ? പറയാൻ പേടിയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഗോൾ നേടാതെ അങ്ങ് മരിച്ചു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം പറയണം നമ്മൾ പ്രകൃതിനോട്, നമുക്ക് വിശ്വസിക്കുന്ന നമുക്ക് സപ്പോർട്ട് തരുമെന്ന് തോന്നുന്ന ആളുകളെടുത്ത് ശരിക്കും നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയണം. ഞാൻ എപ്പോഴും
എന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. എന്റെ ലക്ഷ്യങ്ങൾ ഇപ്പൊ എന്റെ കൂടെ വന്ന കുറെ ആളുകളെ ലക്ഷ്യങ്ങളാക്കി മാറിയിട്ടുമുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിന്റെ പിന്നാലെ ലാസ്റ്റ് സംസാരിക്കാം. നിങ്ങളുടെ ലക്ഷ്യങ്ങളുള്ള ആളുകള് ഒരു യെസ് എന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ, കുറെ ആളുകള് വലിയ ഗോൾ ഉണ്ട് സർ. ഉസ്മാൻ സാറിന്റെ ആണല്ലേ? ഓക്കെ, ഗോളൊക്കെ പ്രാവർത്തികമാകട്ടെ, നേടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, കുറെ ആളുകൾക്ക് ഗോൾ ഉണ്ട്. ഒരു വ്യക്തമായ ഗോൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട് ഇതില്? ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും അല്ലെ? അപ്പോ ഞാനൊരു PDF ഷെയർ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണം, കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം. ഇത് നിങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളോട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോട് ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോ വളരെ ഷോർട്ടായി നമുക്ക് ഈസിയായി നടപ്പാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ കമ്പനിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? എല്ലാവർക്കും കമ്പനി കണ്ട ആളുകൾ പലരും ഇതിലുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ ഒരു ഓണം ബയോട്ടോറിയം എന്ന് പറയുന്ന ഇന്ത്യയിലെ അതിപ്രശസ്തമായ ശക്തമായ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലൂടെ, അതേപോലെ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളെയൊക്കെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സൂമിലേക്കും കേരളത്തിന്റെ പല ജില്ലകളിലേക്കും പ്രോഗ്രാമൊക്കെ നടത്തിക്കൊണ്ട് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്ന KBC കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ പേരിലും, മനോജ് സാറിന്റെ പേരിലും, സാഗർ ജോഷ് സാറിന്റെ പേരിലും, നമ്മുടെ ഓരോരുത്തരുടെയും പരസ്പരം നമ്മുടെ ഓരോരുത്തരുടെ പേരിട്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഗോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഗോൾ ഇല്ലാത്ത ആളുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ചുമ്മാ രാവിലെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ആദ്യം വേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ തീരുമാനം എടുക്കണം, എനിക്ക് എന്ത് വേണമെന്നുള്ളത്. ഈ തീരുമാനം എടുക്കാൻ പേടിക്കുന്നതാണ് പലരുടെയും പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗോളായിക്കോട്ടെ, ഇതിൽ ഇനി അങ്ങോട്ട് ഗോളിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കഴിവും കപ്പാസിറ്റിക്കും ഒരുപടി മുകളിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. വലിയ ഗോൾ ഉണ്ടെന്ന് പറഞ്ഞ ഉസ്മാൻ സാറിന്റെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മളെപ്പോഴും നമ്മുടെ കഴിവിനും കപ്പാസിറ്റിക്കും പറ്റുന്ന ഒരു ഗോളായിരിക്കും. അതല്ല ശരിക്കും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ, കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വലിയ ഗോളുകൾ സെറ്റ് ചെയ്യണം. അത് പഠിക്കണം. ആദ്യം തന്നെ അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ മനസ്സിൽ അങ്ങനെ ഉണ്ടാവണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചില ആൾ പറയും, നിനക്ക് വട്ടാണോ ഇങ്ങനെയൊക്കെ, പിന്നെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അവിടെയാണ് നിങ്ങൾ വിജയിക്കുക. അത്തരത്തിലുള്ള ഗോള് എന്ത് ചെയ്യണം? തീരുമാനിക്കണം. തീരുമാനിച്ചതിന് ശേഷം അതിനെ വ്യക്തമായി ഡിസൈൻ ചെയ്യണം. ഞാൻ എങ്ങനെ അവിടെ എത്തും? നമ്മളിപ്പോ ഗൂഗിൾ മാപ്പ് ഇടും അല്ലെ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാല് എനിക്കിവിടെ ട്രിവാൻഡ്രത്തേക്ക് പോകണമെങ്കിൽ അതിന്റെ ഓരോരോ സ്റ്റെപ്പ് ഉണ്ടാവും പോകുന്നത് അല്ലെ? ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ട്രെയിനാ പോകുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ട്രെയിനിന്റെ ടൈം നോക്കണം. ട്രെയിനിന്റെ ടൈം നോക്കിയിട്ട് ട്രെയിനിന്റെ ടിക്കറ്റ് ഉണ്ടോ നോക്കണം. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്യണം? റെയിൽവേ സ്റ്റേഷനിൽ സമയത്തെത്തണം. സമയത്ത് എത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? ആ ട്രെയിൻ എനിക്ക് കിട്ടണം. ട്രെയിനിൽ കയറി ട്രിവാൻഡ്രത്ത് ഇറങ്ങണം അല്ലെ? ഇറങ്ങുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ട്രിവാൻഡ്രത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് പലരുടെയും പ്രശ്നം. ട്രിവാൻഡ്രം വരെ പോകും, പക്ഷെ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഡിസൈൻ ചെയ്യണം പറയുന്നത്. ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞാലുള്ള എന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ആക്ടിവിറ്റീസ് അല്ലെ? എന്റെ പർപ്പസ് ഉണ്ട്. എനിക്ക് അവിടെ പല ലക്ഷ്യങ്ങളുണ്ടാവും. തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അതൊക്കെ ഞാൻ അവിടെ എത്തിയില്ലല്ലോ ബുക്ക് ചെയ്യാം. പലരുടെയും പ്രശ്നം, ജീവിതത്തിൽ ഗോളുകൾ എഴുതി വെക്കും, പേപ്പറിലൊക്കെ എഴുതി വെക്കും, ചുമരിന്റെ മുകളിലൊക്കെ പതിപ്പിച്ച് വെക്കും. പക്ഷെ അതിന് എന്തുണ്ടാവില്ല? എൻഡ് ഉണ്ടാവില്ല എപ്പോഴും. അത് നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ഗോള് നേടിക്കഴിഞ്ഞാൽ തീരും. ചില ആളുകൾ കണ്ടില്ലേ, എപ്പോഴും പല ട്രെയിനേഴ്സും പറയുന്നതാണ്, ചില ആളുകള് 95-100 വയസ്സൊക്കെ ആയിട്ട് മരിക്കാതെ കിടക്കും. അവര് ലൈഫില് വ്യക്തമായ ഗോളുള്ള ആളാന്ന് പറയാ. ഒന്നുകിൽ ചെറുമക്കളുടെ കല്യാണമൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ മകന്റെ വീട്ടിൽ കൂടുതൽ കണ്ടിട്ട് മരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ആ ഫംഗ്ഷൻ കഴിയുമ്പോഴത്തേക്ക് അവർ മരണപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ നേരെ ആലോചിച്ച് നോക്കിയാൽ മതി.
എന്തുകൊണ്ടാ? അവരെ ഉള്ളില്, അവരെ ഉപബോധ മനസ്സിൽ ആ ഒരു ഗോള് ഫീഡ് ചെയ്ത് പോയത് കൊണ്ടാണ്. പിന്നെ പ്രകൃതി അവരെ അത് നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ ഈ ലോകത്ത് നിന്ന് പോലും പുറത്തേക്ക് വിടും. അമേരിക്കയില് ഒരു പഠനം നടന്നിരുന്നു. ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയിട്ട് കോമയിലായിരുന്ന ഒരാൾക്ക് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇന്ന ഡേറ്റിൽ നടക്കുന്നവരെ നിങ്ങൾ പലരും യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ കറക്റ്റ് ഡേറ്റിന് അദ്ദേഹം ഇതുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നു. അതിന് അവർ ഉപയോഗിച്ച ടെക്നിക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരുപാട് അഫർമേഷൻസ് ഇട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു, ആ ഗോളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഗോള് വളരെ ശക്തമായിരിക്കണം. ചെറിയ ചെറിയ ഗോളുകളല്ല. എന്താ പറയാ, നമ്മളൊരു 3 വർഷമാകുമ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന എല്ലാവരും, നിങ്ങൾ സീരിയസ് ആണെങ്കിൽ സാമ്പത്തികം നിങ്ങളുടെ പ്രശ്നമായിരിക്കില്ല. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ബയോട്ടോറിയമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് ഒരു 3 വർഷമാകുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല. 100% ഉറപ്പാണ്. അത് എത്ര കോടിയുടെ പ്രശ്നമാണെങ്കിലും എന്ത് ചെയ്യും, ഈ ബയോട്ടോറിയത്തിൽ നേടാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്ലാന് ഇന്ത്യയിലുള്ള ഏക കമ്പനിയാണ് നമ്മുടെ കമ്പനി. അത് നമുക്കാദ്യം ഉറപ്പ് വേണം. നമ്മളിപ്പോഴും വേറെ കമ്പനിയിൽ വേറെ ഒരാൾ വന്ന് കേട്ട് അതിന്റെ ഐഡിയ അടിക്കുന്നു, അവിടെ ഐഡിയ അടിച്ചു വെച്ചിട്ട് ഇവിടുന്ന് ബിസിനസ് ചെയ്യുന്നു. ഇവിടെയുള്ള ടീമിന്റെ മെമ്പേഴ്സ് എടുത്ത് ബയോട്ടോറിയം ബൂട്ടിയാൽ നമുക്ക് അത് ചെയ്യാന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അവരൊന്നും എവിടെ എത്തൂല എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം. ബയോട്ടോറിയം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും എന്ത് ചെയ്യും, സാധൂകരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗോള് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാം. അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്മാർട്ട് ആയിരിക്കണം നിങ്ങളുടെ ഗോൾ എന്നുള്ളത്. സ്മാർട്ട് വെച്ചാൽ ഒന്ന് സ്പെസിഫിക് ആയിരിക്കണം. ഇപ്പൊ എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു കാറ് വാങ്ങാൻ നോക്കിയിരുന്നു. ഇപ്പൊ എന്റെ കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് നടക്കില്ല. ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകും. നിങ്ങൾക്കെല്ലാം വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നടക്കാറില്ല എന്നുള്ള. എന്തുകൊണ്ടാണോ? ഏത് വണ്ടി, ഇന്നലെ സവിസാറിന്റെ വൈഫ് ഒരു വണ്ടി എടുത്തു അല്ലേ, അതിന്റെ പേര് വരെ അദ്ദേഹം കുറെ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ വണ്ടി ഇന്നലെ അവർ ബുക്ക് ചെയ്തിട്ട് വീഡിയോ വന്നു അല്ലെ. എന്തുകൊണ്ടാ? അത് സ്പെസിഫിക് ആയിരുന്നു. എന്ന് വെച്ചാല് അതിന് വ്യക്തത ഉണ്ടായിരുന്നു. ഇന്ന കമ്പനിയുടെ ഇന്ന വണ്ടി എടുക്കും. അപ്പൊ നിങ്ങൾ വണ്ടി എടുക്കുന്നത് ഒരു ടൊയോട്ട ഫോർച്യൂണർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ടൊയോട്ട ഫോർച്യൂണർ വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, അല്ലെങ്കിൽ റെഡ് ആണെങ്കിൽ റെഡ്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ വീടെടുക്കുവാണെങ്കിൽ 10 സെന്റ് സ്ഥലത്താണ് വീടെടുക്കുന്നതെങ്കിൽ 10 സെന്റ് സ്ഥലം അല്ലെ, അതൊരു പ്ലോട്ടാണ്. അതില് 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് അല്ലെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അതിന് ഒരു എന്തായിരിക്കണം, വ്യക്തത വേണം. നിങ്ങൾ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, മക്കളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന രീതിയിലേക്ക് ആ കുട്ടിക്കും കൂടി ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന കോഴ്സ് അല്ലെ, അതിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ വ്യക്തത ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിയർലി സ്റ്റേറ്റ് യുവർ ഗോൾ എന്നാണ്. അത് വ്യക്തത ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് മെഷറബിൾ ആയിരിക്കണം. നമുക്ക് വീട് വെക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് 2 തട്ടിലുള്ള വീട് പറയും അല്ലെ. അപ്പൊ അതിനൊരു പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇത്ര എന്തുണ്ട് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് എന്നുള്ളത്, 2500 സ്ക്വയർ ഫീറ്റിന്റെ വീട്, ഷായി സാർ ഇപ്പൊ എടുക്കുന്ന പോലെ 4000 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പൊ അതിനൊരു അളക്കാൻ പറ്റണം. അതേപോലെ നിങ്ങൾ ഒരു ലക്ഷ്യം വെക്കുകയാണ്. ഇതിൽ കുറെ സ്ത്രീകളുണ്ട്. അപ്പൊ അവര് എന്താ പറയാ, എനിക്കൊരു വള വാങ്ങണമെന്നുണ്ട്, എനിക്കൊരു ചെയിന് വാങ്ങണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു മൂക്കുത്തി വാങ്ങണമെന്നുണ്ട്, എനിക്കൊരു നെക്ലേസ് വാങ്ങണമെന്നുണ്ട്, എനിക്കൊരു ഡയമണ്ടിന്റെ ഒരു റിങ് വാങ്ങണമെന്നുണ്ട് എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ അതിങ്ങനെ പോസ്റ്റ്പോൺ ആയിട്ട് പോകും. എന്തുകൊണ്ടാ വെച്ചാല് നിങ്ങളത് അളക്കാൻ പറ്റുന്ന തരത്തിൽ മെഷറബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു ഗോളിനെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഗോള് നടക്കാൻ ഒരുപാട് സമയം എടുക്കും. അത് മെഷറബിൾ ആവുന്ന സമയത്താണ് നമ്മുടെ ഒരു ഉപബോധ മനസ്സിന് അതിനെന്ത് ചെയ്യാൻ പറ്റൂ, അതിനെ കേച്ച് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് പ്രകൃതിയിൽ നിന്ന് സാഹചര്യങ്ങൾ ഒരുങ്ങും. അതുകൊണ്ടാണ് മെഷറബിൾ ആയിരിക്കും പറയുന്നത്. ഈ മെഷറബിൾ എന്ന് പറയുമ്പോൾ ഞാൻ 4 ഗ്രാമിന്റെ വള വാങ്ങും എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ 8 ഗ്രാം, ഒരു പവന്റെ ഒരു വള വാങ്ങും, അല്ലെങ്കിൽ നെക്ലേസ് വാങ്ങും, അല്ലെങ്കിൽ ഡയമണ്ടിന്റെ ഇത്ര ഗ്രാമിന്റെ ഇത്ര രൂപക്കുള്ള, അല്ലെങ്കിൽ പ്ലാറ്റിനം കൊണ്ട് ഉണ്ടാക്കിയ, ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ റിങ് വാങ്ങും. അതെന്ത് ചെയ്യണം, അതെപ്പോഴാ മെഷറബിൾ ആവുന്ന വെച്ചാല് നിങ്ങൾ ഒരു ജ്വല്ലറിയിലേക്ക് പോവുക, പോയിട്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക,
അതിനോട് അവിടുന്ന് എന്ത് ചെയ്യുക, കേഷ്യർ എടുത്ത് അതിന്റെ വെയിറ്റ് എടുത്ത് തൂക്കി ഇന്നത്തെ റേറ്റിൽ എത്ര രൂപയാകും നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ പോയിട്ട് പഠിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കും, ഷോറൂമിൽ പോവില്ല. നമ്മളൊരു ഗോൾഡ് വാങ്ങാൻ ആഗ്രഹിക്കും, ജ്വല്ലറി പോവില്ല. അപ്പോ ഒരു അവ്യക്തമായ ഗോളാണ് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നുണ്ടാവുക. വ്യക്തത ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടണമെങ്കിലും വ്യക്തത വേണം. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത്രയും ഇങ്ങനെ ഉദാഹരണം പറയുന്നത് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതും ചാറ്റ് ബോക്സിൽ എഴുതുക. കാരണം സൂം ആയതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഗോൾ എന്തായിരിക്കണം, കറക്റ്റ് ആയിട്ട് അതിനെ മെഷർ ചെയ്യാൻ പറ്റണം. അത് ആ ഗോളുകളിലേക്ക് എത്തുന്ന ദൂരം, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ഞാനിപ്പോ എന്താ പറയാ, ഒരു കാർ വാങ്ങാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ആ കാറിലേക്ക് എത്തുന്ന ഒരു ദൂരം ഉണ്ട് അല്ലെ, സ്റ്റെപ്പ് ആയിരിക്കും. ആ സ്റ്റെപ്പ് മെഷറബിൾ ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഈസി ആയിട്ട് അവിടത്തേക്ക് എത്തിപ്പെടുന്നതാണ്. മൂന്നാമത്തത് അറ്റൈനബിൾ ആയിരിക്കണം, നേടാൻ പറ്റുന്നതായിരിക്കണം. ഇതിൽ എനിക്ക് പേഴ്സണലി എന്തുണ്ട്, രണ്ട് ഒപ്പീനിയൻ ഉണ്ട്. അത് ലാസ്റ്റ് സംസാരിക്കാം. എന്നാലും കോമൺ ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെക്കുന്നത് ചെറുതാണെങ്കിൽ, തുടക്കക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗോൾ അറ്റൈനബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന, കൊക്കിലൊതുങ്ങുന്നേ കൊത്താവും എന്നൊക്കെ പറയുമ്പോണ്ടല്ലേ. ഇപ്പൊ ആളുകൾ പറഞ്ഞു തുടങ്ങി കൊക്കിന് വലിപ്പം കൂട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. എന്നാലും തുടക്കക്കാർ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു ഗോള് എഴുതി വെക്കുക. നിങ്ങളുടെ കഴിവും കപ്പാസിറ്റിയും അനുസരിച്ച് നേടാൻ പറ്റുന്ന ഗോൾ ആയിരിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ സ്കൂളിൽ പോകാത്ത നമ്മള് പ്രധാനമന്ത്രി ആവണോ എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു IAS ഓഫീസർ ആകണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കൂല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അതേപോലെയാണ് പലതും. നമുക്ക് ആ ഗോള് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ പ്രായോഗികമായിട്ട് വേണം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അത് റിലവന്റ് ആയിരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ കഴിവിനും കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ളതായിരിക്കണം. ഈ R എന്ന് പറഞ്ഞാൽ റിലവന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അക്കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 1, 2, 3, 4 അഞ്ചാമത്തെ ഘടകം. അതിന് എപ്പോഴും ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കണം, ഒരു ടൈം ബേസ്ഡ് ആയിരിക്കണം. ഞാൻ ഡിസംബർ 25-ാം തീയതി എന്നുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാനൊരു വണ്ടി ഇറക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം, ഞാനൊരു ഫുൾ ഓപ്ഷൻ ബെൻസ് കാർ ഇറക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോർച്യൂണർ, ഒരു ഇന്നോവ ക്രിസ്റ്റ, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് നമ്മുടെ ഹാരിയർ ടാറ്റന്റെ ഒരു EV ഇറക്കിയിരിക്കും എന്ന് പറയുന്ന സമയത്ത് അതിനൊരു ഡേറ്റ് ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് എപ്പോഴും എല്ലാവരും സംസാരിക്കുന്ന വിഷയമാണ്. നമ്മൾ ഈ താമസം ഡേറ്റ് ഫിക്സ് ചെയ്യുന്നവരെ പണി ഇങ്ങനെ എന്ത് ചെയ്യും. നമ്മുടെ തന്നെ ഷാജി സാറിന്റെ കാര്യം, അപ്പം ഒക്ടോബർ 25 എന്നുള്ള ഡേറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പണി കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വേഗം എന്ത് ചെയ്യുന്നത്, ആ പണി കംപ്ലീറ്റ് 4000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതുപോലെ തന്നെ ഇരിക്കണം. നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് പോകുകയാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് എത്താനുള്ള എന്ത് ചെയ്യുക, ഒരു പണി എടുക്കണം എന്നുള്ള ആക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ ലക്ഷ്യത്തിനും ഇന്നിപ്പം ഇത് സെപ്റ്റംബർ 3 അല്ലേ. അപ്പൊ സെപ്റ്റംബർ 30-ാം തീയതി ആകുമ്പോ 1 ലക്ഷം രൂപയെങ്കിലും മയോട്ടോർത്തിലെ വാങ്ങും എന്ന് പ്രതിജ്ഞ എടുക്കുമ്പോ 3 കാര്യങ്ങൾ അവിടെ നടന്നിരിക്കണം. ഒന്ന്, ഈ 1 ലക്ഷം രൂപ വാങ്ങാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഫാമിലി ബോണസോ അവയർനെസ് ബോണസോ അടക്കം എത്ര കിട്ടണം, അതിനു വേണ്ടി ഞാൻ ഡെയിലി എത്ര തവണ ഫീൽഡിലേക്ക് പോകണം, എത്ര ആൾക്കാരടുത്ത് ഞാൻ ഈ ബിസിനസ് സംസാരിക്കണം. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലേക്ക് പോകാം അല്ലെ. ഈ ഒക്ടോബർ 30-ാം തീയതി 1 ലക്ഷം രൂപ കിട്ടൂല. കാരണം സീലിംഗ് എന്ന് പറയുന്നത് തന്നെ 29,450 രൂപയാണ് അല്ലെ. അപ്പം 29-ാം തീയതി വരെ കിടന്ന് ഉറങ്ങിയിട്ട് 30-ാമത്തെ ദിവസം പൈസ കിട്ടൂല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു GPS സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഓൺ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ മാത്രമേ ഗൂഗിൾ മാപ്പ് പോലും നമ്മുടെ എന്ത് ചെയ്യൂ, ലക്ഷ്യസ്ഥാനം കാണിച്ചു തരും. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇന്ന് നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് എടുക്കുക. നിങ്ങൾ അവിടുന്ന് ഇപ്പൊ പയ്യാവൂരിന്ന് പുഷ്കര സാറ് കോഴിക്കോടേക്ക് മേപ്പിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുംബൈ മിറാ റോഡിലേക്കുള്ള ഓഫീസിലേക്കുള്ള മേപ്പിട്ട് കഴിഞ്ഞാൽ
യുവർ ലൊക്കേഷൻ അവിടെ ആക്റ്റീവ് ആക്കിയിട്ടില്ലെങ്കിൽ ആ മാപ്പ് പോലും നിങ്ങൾക്ക് വഴി കാണിച്ചു തരില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ആരാണ്, ഞാനിപ്പോ എവിടെയാണെന്നുള്ളതിന്റെ ഒരു ധാരണ വേണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യത്തിലേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയ ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പ്ലാനിലൂടെ നേടിയ ആളുകളുണ്ട്. അപ്പൊ ഇനി പുതിയ നേടാത്ത ആളുകളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ വലുതാക്കുക. വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആദ്യം ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടിയിട്ട് എന്ത് ചെയ്യാം? മനസ്സിനെ പഠിപ്പിച്ചെടുക്കുക. ഒരു ഗ്ലാസ് വെള്ളമല്ലേ, ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഈസിയാണ്. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കഴിവും കപ്പാസിറ്റിയും അതല്ല അല്ലേ. അതേസമയത്ത് ഞാൻ ഒരു എന്താ പറയാ, ഒരു 20 ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം ഞാൻ അതിൽ വിജയിച്ചു എന്ന് പറയാം. അതുവരെ എന്റെ വിജയമല്ല. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഈ കഴിവിനുള്ളിൽ ഒതുങ്ങുന്ന ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് വലിയ വിജയങ്ങളൊന്നും നമ്മളെ തേടി വരാത്തത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? വലുതായിട്ട് സ്വപ്നം കാണുക, സെറ്റ് ഗോൾസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി പണിയെടുക്കുക. ഈ 3 പരിപാടികളാണ് ഒരു ഗോൾ നേടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുക. എപ്പോഴും നിങ്ങളുടെ ഐഡിയാസും ചിന്തകളൊക്കെ ഔട്ട് ഓഫ് ബോക്സ് ആയിരിക്കണം. നിങ്ങൾ ഈ കേട്ട് വന്ന പഴകിയ ഐഡിയാസും കൊണ്ട് നടക്കരുത്. ഒരു ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാൻ എപ്പോഴും എല്ലാവർക്കും സാധിക്കണം. വ്യക്തമായ ഒബ്ജക്റ്റീവും വ്യക്തമായ സ്ട്രാറ്റജി, തന്ത്രങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെക്കണം. അതിന് വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം. അതെങ്ങനെ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു യെസ്സോ അല്ലെങ്കിൽ ഒരു ലൈക്കോ ഒരു തമ്പോ ഒരു ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇതുവരെ നിങ്ങൾ പല ക്ലാസ്സിൽ നിന്നും കേട്ടിട്ടുണ്ടാവും, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി ബുക്കും പേപ്പറും ഒക്കെ എടുത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ലക്ഷ്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക? ഇനി ഓരോന്നോരോന്നായിട്ട് എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. രണ്ടായാലും ഈ 5-8 കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കൂ. അത് എവിടെയാണെങ്കിലും, ബയോട്ടോറിൽ അല്ല കേട്ടോ, ലൈഫിൽ. അപ്പോ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ തന്നെ എഴുതി വെക്കണം ലക്ഷ്യങ്ങൾ. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഗോൾ ഡിഫൈൻ ചെയ്ത് അത് വ്യക്തമായിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ, നിങ്ങളുടെ മനസ്സിന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വെക്കുക. ഇംഗ്ലീഷിൽ എഴുതി വെക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അത് ഇപ്പൊ ഇതിൽ ഹിന്ദി മാത്രം അറിയുന്ന ആളുണ്ടെങ്കിൽ ഹിന്ദിയിൽ എഴുതി വെക്കുക, മലയാളം മാത്രം അറിയുന്ന മലയാളത്തിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഇനി എഴുതാൻ അറിയാത്ത ആളുകൾ ചിത്രം വരച്ച് വെച്ചാൽ മതി. പക്ഷെ അത് പേപ്പറിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് എഴുതുക. എന്റെ ലക്ഷ്യം ഇതാണ്. ഞാൻ ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഇന്ന രീതിയിലുള്ള വീട് എന്ത് ചെയ്യും? ഞാൻ വെക്കും. അല്ല, അങ്ങനെ എഴുതി വെക്കാം നമുക്ക്. അത് നിങ്ങൾ ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞാൽ. ഇതിൽ ഏതെങ്കിലും ഒരു ഇതിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവും? മക്കളൊക്കെ പ്രസവിച്ചിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വാവയൊക്കെ ഉള്ള ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചെറുമക്കളോ കൊച്ചുമക്കളൊക്കെ ഉള്ള ആളുകൾ അല്ലെ. അപ്പൊ ആ 28 കഴിഞ്ഞില്ലെങ്കിൽ ആ 28ാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യും? ഒരു 15,000 രൂപ മുതലുള്ള എന്തെങ്കിലും ഒരു വളയോ കമ്മലോ അതിന് വാങ്ങിക്കൊടുക്കുന്ന ഗോൾ വെക്കാൻ പറ്റും. അല്ല, അപ്പൊ 2 ഫാമിലി ബോണസ് അടിച്ചാൽ മതി. ഈസിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് വ്യക്തതയിലൂടെ എഴുതി വെക്കുക. അത് ആരെയും കാണിക്കണമെന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണുന്ന തരത്തിൽ എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കാൻ നോക്കി ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എൻഡ് ഡേറ്റ് ഉണ്ടായിരിക്കണം. കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? അതും അതിൽ എഴുതി വെക്കണം. എഴുതി വെച്ചേ പറ്റൂ. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഴയതാണ്, എല്ലാവരും കേട്ട് പഴകിച്ച കാര്യങ്ങൾ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിനുള്ള തടസ്സങ്ങൾ എന്താണ്, ഞാൻ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, അല്ലെ, ഞാൻ എങ്ങനെ അതിനെ മറികടക്കും, അതൊരു പേപ്പറിൽ എഴുതി വെക്കുക.
ഇന്ന് എഴുതി വെക്കണം നിങ്ങൾ എല്ലാവരും. കാരണം ഞാനിപ്പോ എന്താ പറയാ, 1 കോടി നേടണം എന്ന് ആഗ്രഹിച്ചിട്ട് ആരും ബയോടൂറിയം ചെയ്യാൻ വരില്ല ഒരിക്കലും. അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾ വെക്കാനും പാടില്ല. ഒരു പണം ലക്ഷ്യമാക്കിയിട്ട് സെറ്റ് ചെയ്യരുത് ഒരിക്കലും. ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ഈ കിട്ടുന്ന പണം കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള പർപ്പസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ മാത്രമേ പണം അട്രാക്ട് ചെയ്യപ്പെടുള്ളൂ. അത് പണത്തിന്റെ ഒരു സൈക്കോളജിയാണ്. അപ്പോ 1 കോടി വേണം, 2 കോടി വേണം എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ മാറ്റി വെക്കുക. അതിനെക്കാട്ടും വലിയ ഉദാത്തമായ ലക്ഷ്യങ്ങളിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധ പോകാൻ വേണ്ടി. നമ്മള് മാനസികമായി നമ്മൾ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ലക്ഷ്യങ്ങൾ എഴുതി, അതിന്റെ ടൈം ലൈൻ എഴുതി, അതിനുശേഷം ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്കിപ്പോ ഉള്ള തടസ്സങ്ങൾ എന്താണ്. ഒരു താറിന്റെ ജീപ്പ് വാങ്ങണം എന്നാണ് അഭിലാഷ് സാറിന്റെ ആഗ്രഹം എന്ന് കൂട്ടിക്കുക. ആ താറിന്റെ ജീപ്പ് വാങ്ങാൻ എന്റെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്താണ്? ആ താറ് ജീപ്പ് കയറ്റാനുള്ള വഴി വീട്ടിലേക്കില്ല. തടസ്സം നമ്പർ 1. ആ താർ ജീപ്പ് വാങ്ങണമെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഞാൻ അഭിലാഷ് സാറിന്റെ പേര് പറഞ്ഞത് അഭിലാഷ് സാറിന് എനിക്ക് അറിയാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഉദാഹരണം പറയാണ്. ആ താർ ജീപ്പ് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അത് എന്റെ ഒബ്സ്റ്റാക്കിൾസ് ആണ്. ഈ ജീപ്പ് എടുത്ത് കഴിഞ്ഞാൽ അത് EMI ഇല്ലാതെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോ 16-17 ലക്ഷം രൂപ എന്റെ കയ്യിലില്ല. അതെന്റെ തടസ്സമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഇത് ജീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ലെങ്കിൽ അതും തടസ്സമാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത് അങ്ങനെ ആവുമോ? നിങ്ങളുടെ ഓരോ ലക്ഷ്യവും, നിങ്ങൾ എന്ത് ലക്ഷ്യമാണെങ്കിലും അതിന് നിങ്ങൾക്ക് എന്താണോ തടസ്സമുള്ളത് അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കും. തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓവർകം ചെയ്യേണ്ടത്. അതിനുള്ള കഴിവും കപ്പാസിറ്റിയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഈ തടസ്സങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ ഞാൻ എങ്ങനെ നേരിടും? ഇപ്പൊ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഡ്രൈവറെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാ, എന്നോട് തർക്കിക്കാനോ അല്ലെ, ഒരുപാട് ഓപ്ഷൻ എല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ ഹൗ വിൽ യു ഓവർകം, അതാണ് അടുത്ത പേജിൽ എഴുതേണ്ടത്. എങ്ങനെ ഞാൻ ഇതിനെ മറികടക്കും? അപ്പൊ ഡ്രൈവിംഗ് അറിയാത്ത ഒരാള് ഒരു വാഹനം വാങ്ങാൻ വേണ്ടി ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്റെ മുന്നിലുള്ള തടസ്സം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ തീരുമാനിക്കണം, ഞാൻ ഇന്നു മുതൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോകും. ഈസിയാണ്. എല്ലാ സ്കില്ലും ജന്മന ആരും ഡ്രൈവിംഗ് പഠിച്ചിട്ടോ ട്രെയിനറായിട്ടോ VOP എടുക്കുന്ന ആളായിട്ടോ NDOP എടുക്കുന്ന ആളായിട്ടോ ഒന്നും വരുന്നല്ല. എല്ലാം പഠിക്കുന്നതാണ്. സെയിൽസ് സ്കില്ലടക്കം നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു നല്ല ലീഡർ ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ ബയോടൂറിയത്തിലൂടെ എന്റെ ലെഫ്റ്റിലും റൈറ്റിലും 1000 ആളുകളിൽ ലീഡർ ആവണം. അല്ലെങ്കിൽ 1 കോടി നേടുന്ന ഒരു 4 ആൾക്കാർ എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഒരു ലീഡർ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ 1 കോടി നേടണോ? വേണ്ട. അതിനുള്ള തടസ്സങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഇന്ന കഴിവുകൾ വേണം. ആളുകളോട് സംസാരിക്കാനും, ആളുകളെ കണ്ടെത്താനും, ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനും, ആളുകളെ കൂടെ കൊണ്ടു നടക്കാനും, ഒരു ടീമിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ഞാൻ വികസിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാനൊരു ലീഡർ ആവുക. അത് തോന്നാത്താണ് നിങ്ങൾ പലരുടെയും പ്രശ്നം. ഇതുകൊണ്ടാണ് ഇപ്പോഴും 2-3 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ബയോടൂറിയത്തിലുണ്ട്, KVCയിലുണ്ട്. എന്നിട്ടും നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴും അപ്ലൈനെ വിളിക്കുന്നതും പല പ്രശ്നങ്ങൾക്ക് വാഷ് ഔട്ട് ആകുന്ന സമയത്തും, അതേപോലെ എന്താ പറയാ, മന്ത്ലി റീപർച്ചേസിന് ഡേറ്റ് പോലും ആരും ഓർമ്മിക്കാത്തതൊക്കെ നമ്മൾ ഇതിന് ഇത്ര സീരിയസ് കൊടുത്തിട്ടേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തടസ്സങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കപ്പാസിറ്റി കൂട്ടണം. അതേപോലെ അടുത്ത പേജിൽ എഴുതി വെക്കുക, നെയിം ഓഫ് പീപ്പിൾ ഓർ അസോസിയേറ്റ്സ് ഹൂ വിൽ ഹെൽപ്പ് യു ടു അച്ചീവ് യുവർ ഗോൾ. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി, നിങ്ങളുടെ ഗോളുകൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേറ്റ്സിന്റെ പേര് എഴുതി വെക്കണം. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഇപ്പൊ കേരളമായിരുന്നു രാവിലെ എന്ന് തോന്നുന്നുണ്ടാവും. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, ഒന്ന് വെറുതെ ഇരുന്ന് ശാന്തമായിരുന്ന് ആലോചിക്കുക, എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ സഹായിക്കുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും. അത് ബയോടൂറിയം ചെയ്യുന്ന അസോസിയേറ്റ് ആവണമെന്നില്ല. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിരിക്കാം, നമ്മുടെ ബ്രദേഴ്സ് ആയിരിക്കാം, നമ്മുടെ സിസ്റ്റേഴ്സ് ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെ? നമ്മുടെ മെന്റേഴ്സ് ഉണ്ടാവും, നമ്മുടെ മെന്റേഴ്സ് ആയിരിക്കാം, അല്ലെ? നമ്മുടെ ട്രെയിനേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബയോടൂറിയം അസോസിയേറ്റ്സ് ആയിരിക്കും. ഇവിടെ എന്താ ബ്യൂട്ടി എന്ന് വെച്ചാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ലീഡറുടെ ഗോളിലേക്ക് ലീഡർ എത്തിക്കുക എന്നുള്ളത് അസോസിയേറ്റ്സിന്റെ ഒരു ധർമ്മം കൂടിയായിരിക്കും. അപ്പോൾ മാത്രമാണ് അസോസിയേറ്റ് ചെയ്ത ആളുകൾക്ക് അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്.
അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തുകൊണ്ടുണ്ട്. മറ്റുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറി പോകുമ്പോൾ താഴേക്ക് വലിക്കുന്ന ആളുകളായിരിക്കും. ഇവിടെ എന്താണ്, ഇവിടെ പുഷ് ചെയ്ത് തരുന്ന ആളുകളായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അടുത്ത പേജിൽ എഴുതുക, എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എനിക്ക് എത്താൻ സഹായിക്കുമെന്ന് തോന്നുന്ന ആളുകളെയൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളെ, ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവുന്ന ആളുകളെയൊക്കെ ഞാനൊരു പ്രോഗ്രാമിൽ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോ. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും എന്നുറപ്പുള്ള ഭർത്താവാവാം, ഭാര്യയാവാം, ഓക്കെ, ആൾക്കാരനാകാം, ആൾക്കാരിയാകാം, ആരോ ആകട്ടെ, അവരുടെ പേര് എഴുതി വെക്കുക. ഇപ്പൊ നമ്മൾ ബയോട്ടോണായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന അസോസിയേറ്റ്സിന്റെ പേര് എഴുതി വെക്കുക. അവരുടെ മനസ്സിലേക്ക് എന്തിനാ പേര് എഴുതി വെക്കുന്ന അറിയോ, അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് ഒന്ന് പകർത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കണം. വെറുതെ എഴുതി വെച്ചിട്ട് അവരറിയാതെ പോയിട്ട് കാര്യമില്ല. ക്ലിയർ ആണോ? എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഒരടുത്ത 2026 ഡിസംബർ ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് വേണം, ഒരു 10,000 സ്ക്വയർ ഫീറ്റുള്ള വീട് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാൾ എടുക്കണമെന്നോ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് കൂട്ടിക്കോ. അതിന് എന്നെ ഇപ്പൊ സഹായിക്കാൻ പറ്റുന്ന കുറച്ച് വ്യക്തികൾ എന്റെ കുടുംബത്തിലില്ല, ശരിയല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഷോപ്പിംഗ് മാൾ എടുക്കുന്നതിന് അവര് സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ? അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഞാൻ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി എന്നെ സഹായിക്കാൻ എന്റെ കൂടെയുള്ള എന്റെ അസോസിയേഷന് മാത്രമേ സാധിക്കൂ. കാരണം അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹമായിട്ട് ജനിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി അവരെന്റെ കൂടെ നിൽക്കും, കട്ടക്ക് നിൽക്കും. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബ്യൂട്ടി. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളിലേക്ക് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിനാണ് എഴുതി വെക്കാൻ പറ്റുന്നത്. എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങൾ കണ്ടവരോടൊക്കെ പോയി പറയും. അതിൽ പറയുന്ന 100 പേരിൽ 95% ആളുകളും നിങ്ങളെ കളിയാക്കുന്ന ആളുകളായിരിക്കും. അതേസമയം നിങ്ങളൊരു ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കറോട് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മരണം വരെ നിങ്ങൾക്ക് സാധിക്കാത്ത ഗോളാണ് പറയുന്നതെങ്കിൽ അവൻ പറയും കറക്റ്റ് ആണ്, നീ എന്തായാലും ഞാനുണ്ട് കൂടെ എന്ന് പറയും. അതാണ് നെറ്റ്വർക്കിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പേരെഴുതി വെക്കുക. നിങ്ങൾക്കൊരു വിശ്വാസമുള്ള, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന ആളുകളുടെ പേരെഴുതി. രണ്ടാമത് അടുത്ത പേജിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത്, ഈ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി എനിക്ക് എന്തൊക്കെ അറിവുകൾ വേണം, എനിക്ക് എന്തൊക്കെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം, എനിക്ക് എന്തൊക്കെ ആറ്റിറ്റ്യൂഡുകൾ മാറ്റം വരുത്തണം, എന്റെ ഹാബിറ്റുകൾ, ശീലങ്ങൾ എന്തൊക്കെ മാറ്റണം, ഇങ്ങനെയുള്ള എന്ത് ചെയ്യണം, കാര്യങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രാറ്റജികൾ, എന്ത് തന്ത്രങ്ങളാണ്, എന്ത് പ്ലാനുകളാണ് ഞാൻ ഇതിനു വേണ്ടി എന്ത് ചെയ്യേണ്ടത്, നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക. ഇതാണ് എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നിനും വ്യക്തതയില്ല. അപ്പൊ ആ വ്യക്തത ഇന്ന് ഈ ഓണം ദിവസം നമ്മൾ വ്യക്തത വരുത്താൻ പോവാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഓണം ആകുമ്പോഴേക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ പൂവണിയണം. അതിനാണ് ഞാൻ ഇത്ര സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷെ ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ അവരൊക്കെ വിജയിക്കും, 100% ഉറപ്പാണ്. കാരണം അത് ഇതിന്റെ ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. ആരൊക്കെ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്ത് എഴുതി വെച്ച് ഇത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനും അതിനുള്ള ശ്രമത്തിലാണ്, എന്റെ കൂടെ നിങ്ങളും ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് രാവിലെ 6 മണിക്ക് എണീറ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. കാരണം ഇത് ഷെയർ ചെയ്യാൻ പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെയാണ് നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റും. കാരണം ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളുള്ള പ്രായഭേദമന്യേ ആളുകള് കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് KBC എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എഴുതി വെക്കുക, എന്തൊക്കെ അറിവുകൾ എനിക്ക് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. എന്തിനും അറിവുകൾ വേണം. ഞാൻ ഇപ്പം പറയുമ്പോൾ നിങ്ങൾ വാഹനം എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, വീടെടുക്കാൻ വേണ്ടി അറിവുകൾ വേണം അല്ലെ? നമുക്ക് ഉണ്ടാക്കണോ? വേണ്ട. നമ്മൾ അതർ പീപ്പിൾ ടാലന്റ്, അതർ പീപ്പിൾ എക്സ്പീരിയൻസ്, അതർ പീപ്പിൾ ടൈം അല്ലേ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അപ്പോ എന്തൊക്കെ സ്കില്ല്, ഞാനൊരു നല്ല ലീഡർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ല് വേണം നോക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ലീഡർ ആവുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് വേണം? സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള സ്കില്ലുകൾ, അതേപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ പഠിച്ചെടുത്താൽ ഈസി ആയിട്ട് നേടാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ എഴുതി വെക്കുക. വ്യക്തമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ. അതിപ്പോ നിങ്ങളോട് എങ്ങനെ പറഞ്ഞു വരുമ്പോ നിങ്ങളുടെ ആക്ഷൻ പ്ലാന് കറക്റ്റ് ആണ്. ഇന്ന് മുതൽ
ഞാൻ എന്ത് ചെയ്യും എന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി? സിമ്പിൾ ആണ്. ഈ 30-ാം തീയതി 1 ലക്ഷം രൂപ ഉണ്ടാകാം. നമ്മളിപ്പോ നടക്കുന്ന ഒരു കാര്യം പറയാം അല്ലെ, ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 1 ലക്ഷം രൂപ ഈ 30-ാം തീയതി ഉണ്ടാക്കണം. അപ്പൊ അതിനൊരു ആക്ഷൻ പ്ലാൻ എഴുതി വെക്കുക. സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്യാ? ഞാൻ ഇന്നിപ്പം ഇവിടുന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഓക്കെ, എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത എല്ലാവരെയും ഞാൻ ഇന്ന് കോണ്ടാക്ട് ചെയ്യും. ഫോണിലൂടെയും ഫിസിക്കലിയും ഞാൻ കോണ്ടാക്ട് ചെയ്യും. അത് മനസ്സിലങ്ങ് ഉറപ്പിക്കുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാ? ഒരു രാവിലെ ഇപ്പൊ ഈ സൂം കഴിയാൻ 7 മണിക്ക് കഴിയും. 7 മണിക്ക് കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴത്തേക്കും ഫ്രീ ആവും. ഈ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് എന്റെ ഈ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ എഴുതാൻ പോവാണ്. ഓക്കെ, എഴുതുന്ന പ്ലാനിൽ ഒന്ന് നിലവിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എടുത്ത് നിങ്ങൾ അത് ഷെയർ ചെയ്യണം. 2 ഇനാക്റ്റീവായി നിൽക്കുന്ന നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ പോയി കണ്ടിട്ട് പറയാ, ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, നീ എന്റെ കൂടെ വരണം, റീപർച്ചേസ് വന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കേട്ടോ അങ്ങനെ പറയണം. നമുക്ക് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും, നമുക്കൊന്ന് ശ്രമം നടത്താം എന്ന് പറഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യാൻ പോസിറ്റീവ് ആക്കിയിട്ട് കൂടെ കൂട്ടണം. പുതിയ കാണാൻ പോകുന്ന നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് 4-5 ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് എന്ത് ചെയ്യുക? അവരെ കണ്ട് അവരെ പ്രോസ്പെക്ട് ചെയ്യുക. പ്രോസ്പെക്ട് ചെയ്യാൻ മീൻസ് എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പോയിട്ട് നമ്മളെ പ്രൊജക്റ്റും പ്ലാനൊക്കെ സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കുക. ഈ പ്രോസസ്സ് ഇന്ന് തുടങ്ങിയാൽ, ഇന്ന് ഞാനീ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 50,000 രൂപ അക്കൗണ്ട് കയറ്റിയിട്ടുണ്ടാവും. ഈസിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്ന നിങ്ങളുടെ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ്. അവരെ കണ്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ഗുണം എന്ന് വെച്ചാൽ അവർ പേഴ്സണൽ സെയിൽ എടുത്ത് തരും ഈസി ആയിട്ട്. 50 BB സെയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് റൈറ്റിൽ ഓരോ 50 BB അടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ 3010 കിട്ടും. നിങ്ങൾക്ക് അന്ന് വരുമാനം അവയർനെസ് ബോണസ് മാത്രം മതി, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഈ പണിയെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? അടുത്ത ദിവസം 4 പേരെ നിങ്ങൾക്ക് തരും. നിങ്ങൾ തരാത്തത് കൊണ്ടാണ് അദ്ദേഹം ആളെ തരാത്തത്. ബയോട്ടോറത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ബയോട്ടോറത്തിന്റെ ഇൻകം പ്ലാൻ ആണ്. കാരണം ഒരു 3510 രൂപ കൂടെ വന്നവന് വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടും നമുക്ക് താല്പര്യം നമുക്ക് അടിച്ചെടുക്കാനാണ്. അപ്പൊ എന്ത് ചെയ്യും? കൂടെ വന്നവൻ എന്ത് ചെയ്യും? ഒരു സെയിലും പിടിച്ചിങ്ങനെ വെറുതെ ഇരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ആളുകൾ ഇപ്പൊ പലരും ഇങ്ങനെ എന്താണ് ഒരു ഉണ്ട ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അടുത്തൊരു ഉണ്ട കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആളുകളൊക്കെ പണി ഇങ്ങനെ നിർത്തി പോകുന്ന കുറെ ആളുകൾ. ഇപ്പൊ നല്ല ലീഡർ ആണെങ്കിൽ നല്ല ലീഡർ ആവുക, എന്ത് ചെയ്യുക? അവര് ഒരു സെയിൽ, ഇപ്പൊ പുഷ്കർ സ്ഥാനത്ത് ഒരു സെയിൽ ഉണ്ടെങ്കിൽ അടുത്തൊരു സെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്നോടൊരു വിശ്വാസം ഉണ്ടാവും. ആ സമയത്ത് അദ്ദേഹത്തിന് 2 സെയില് വന്ന സമയത്ത് എന്ത് ചെയ്യാ? അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണൽ സെയിൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യാ? അവിടെ ഒരു പേഴ്സണൽ സെയിൽ അടിച്ചു കൊടുക്കുവോ, അല്ലെങ്കിൽ അവരുടെ ടീം അവരുടെ ലെഫ്റ്റ് റൈറ്റിലുള്ള ആളുകളെ കണ്ട് ഷെയർ ചെയ്തിട്ട് ഒരു സെയിൽ വെച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള ഒരു 50 BB ഉണ്ടല്ലോ, ഇന്നിപ്പോ കയ്യിലുള്ള 50 BB, പലരുടെയും കാര്യം പറയുന്നത്, നാളെ ഓണാണ്, മെനഞ്ഞാന്ന് വെച്ചിരുന്നെങ്കിൽ അല്ലെ അതിൽ അവയർനെസ് ബോണസും കിട്ടും. ഇന്ന് 850 കിട്ടുന്നതും 1.5 മാസം കഴിഞ്ഞിട്ട് 3510 കിട്ടുന്നതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ന് 850 കിട്ടുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇവിടെ പറയാൻ കാരണം, നിങ്ങളൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് വ്യക്തത ഉണ്ടായിരിക്കണം. എന്ത് ആക്ടിവിറ്റി ചെയ്താലാണ് ഞാൻ അവിടെ എത്തുക? വലിയ വലിയ മോഹങ്ങളും ആഗ്രഹങ്ങളുള്ള ആൾക്കാരുടെ പ്ലാനിലേക്കല്ല ഞാൻ വന്നത്. എന്റെ മുന്നിലിരിക്കുന്ന വളരെ ചെറുതായിട്ടുള്ള നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യുക? ഇന്ന് മുതൽ ഇറങ്ങിയാൽ അത് ഒന്ന് പേപ്പറിൽ എഴുതി വെക്കുക. ഇന്ന ആളുകളെ കണ്ടാൽ ഇന്ന കാര്യങ്ങൾ നടക്കും അല്ലെ. ഇപ്പം ഒരു ശാരദയുണ്ട്, ഒരു ശോഭയുണ്ട് അല്ലെ, ഇതൊക്കെ നിങ്ങൾ ബന്ധുക്കളാണ് കൂട്ടിക്കോ. ഒരു അബൂബക്കർ ഉണ്ട് അല്ലെ, ഒരു ഉസ്മാനിക്ക ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, ആര് മനസ്സിലാക്കിയാല്? നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിനുള്ള ഒരു സെയിൽ എടുക്കും 100%. അപ്പൊ 400 BB സെയിൽ അവിടെ കിട്ടും. ക്ലിയർ ആണോ? അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലുള്ള ടീമിനെ പവർ എന്നോ ഇൻകം എന്നോ നോക്കാതെ അവർക്ക് വേണ്ടിയും ഈ 15 ദിവസം കൊണ്ട് പണിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ, വളരെ ശക്തമായൊരു വരുമാനം അക്കൗണ്ടിലേക്ക് കയറും. അപ്പൊ ഈസി ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കുക, എഴുതി വെക്കുക. ഓരോ ദിവസവും പറ്റുമെങ്കിൽ ഓരോ 10 മണിക്കൂറിനുള്ളിൽ എന്ന് വെച്ചാല് ഉറങ്ങുന്നതിന്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക? എന്തൊക്കെ പ്രോഗ്രസ് നടക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ട്രാക്ക് ചെയ്യണം. ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. ഞാനിങ്ങനെ ഇപ്പൊ 4 സെയില് 4 ഭാഗത്ത്
ഉണ്ടെങ്കിൽ ലീഡർ അറിയണം 4 സെയിൽ ഉണ്ട്. അപ്പൊ ആ 4 പേരെ പോയി കണ്ട് സംസാരിച്ചിട്ട് അവരുടെ മണി സൈഡിലേക്ക് ഒരു സെയിൽ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യും, സെയിൽ നടക്കും അല്ലെ. അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലായിരിക്കും, ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് വേണം, പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 30-ാം തീയതി ഒരു പവൻ വാങ്ങണമെങ്കിൽ 74,000 രൂപ 75,000 രൂപയാണ് പണിക്കൂലി അടക്കം ഇപ്പൊ ഒരു പവന് റേറ്റ്. ഇപ്പൊ നമ്മൾ 0 ആണ്. ഓക്കെ, ഇപ്പൊ 10 ദിവസം കഴിഞ്ഞു. ഓക്കെ, 10 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 30,000 രൂപ വന്നിട്ടുണ്ട്. ആ 30,000 വന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആദ്യം ഒരു ബോധം വേണം, വളരെ വ്യക്തത വേണം. എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ 30,000 ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ഇനി ഒരു 45,000 രൂപ കൂടി ഉണ്ടാക്കണം. അപ്പൊ ഈ 30,000 ഉണ്ടാക്കാൻ എടുത്താൽ അതേ പണിതിന് എടുത്താൽ മതിയല്ലോ, അതിനെക്കാട്ടും ആളുകൾ കൂടുമല്ലോ ആ സമയത്ത് നിങ്ങളെ കൂടെ. അപ്പൊ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പണി എടുക്കുക. പേഴ്സണൽ സെയിൽ എടുത്താൽ മതി, ഈസിയാണ്. ടീമിൽ സെയിൽ വരുന്ന സമയത്ത് പേഴ്സണൽ സെയിൽ എടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ട്. ആ ട്രാക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇത് നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രാക്ക് ചെയ്യുക. ഓരോ ദിവസവും അവനവനോട് ചോദിക്കുക, എന്റെ ലക്ഷ്യത്തേക്ക് എത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ മുകളിൽ എഴുതിയ ബാക്കി 7 കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും 8ാമത്തെ ഒരു കാര്യമുണ്ട്. ഉറങ്ങുന്നതിന്റെ മുന്നേ എന്നോട് ഞാൻ ചോദിക്കണം, ഞാൻ എന്ത് ചെയ്തു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വെറുതെ ചടഞ്ഞിരിക്കാനും ഉറങ്ങാനൊക്കെ, വീട്ടിൽ തന്നെ ഇരിക്കാനും വീട്ടിൽ നിന്ന് 3 നേരം ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നുന്നത്. അത് ആ സ്വഭാവം ആദ്യം മാറ്റുക. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിജയിക്കണമെങ്കിൽ ആദ്യം വീടിന്റെ ഡോറ് അടയ്ക്കുക, കസ്റ്റമറുടെ ഡോറ് ഓപ്പൺ ചെയ്യുക, അതിന്റെ മുന്നിൽ എന്ത് ചെയ്യുക, ടെന്റ് അടിച്ച് കിടക്കുക എന്ന് പറയാ. സാധാരണ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെയൊക്കെ, നമ്മളും വിജയിച്ച ആളുകൾ തമ്മിലെ വ്യത്യസ്തത. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, നിർബന്ധമാണ്. ഇത് ബിസിനസ് ചെയ്യാൻ വന്നതാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇത് ബിസിനസ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ. ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ബിസിനസ് അല്ല, നിങ്ങൾക്ക് ഇത് സൈഡാണ്, അച്ചാർ പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങൂല, കിട്ടുന്ന സെയിൽ മതി എന്ന് വിചാരിക്കും. അപ്പൊ ഇതൊരു ബിസിനസ് ആണെന്നും ഇതെന്റെ ബിസിനസ് ആണെന്നും, ഞാനൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്, ആ ഷോപ്പിന്റെ ഫ്രാഞ്ചൈസികൾ കേരളത്തിന്റെ പല ജില്ലകളിലുണ്ടെന്നും മനസ്സുകൊണ്ട് വിശ്വസിക്കുക. അപ്പൊ 2 മണിക്കൂർ ഓടേണ്ട ദൂരം നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് ഓടിത്തീരുന്ന ഒരു ഫീൽ ഉണ്ടാവും. എന്റെ മുന്നിലിരിക്കുന്ന പല ലീഡേഴ്സ് ഉണ്ട്, എപ്പൊ നോക്കിയാലും വാഹനങ്ങളായിരിക്കും. അഭിലാഷ് സാറും യുവന സാറിനും ഒക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഫുൾ ടൈം ഫീൽഡിലായിരിക്കും. ആ വണ്ടി, ഇവര് വിൽക്കുന്ന വണ്ടി എടുക്കാൻ ആളുണ്ടാവില്ല, അത്രയും ഓടിയിട്ടുണ്ടാവും വണ്ടി അല്ലെ. അപ്പൊ എന്തുകൊണ്ടാ, അത് അവരൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ്. മനോജ് സാറിനെ വിളിക്കുമ്പോ എപ്പോഴും വാഹനങ്ങളിലായിരിക്കും, ഒന്നുകിൽ ബസ്സിലായിരിക്കും, അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കും. ഇന്ന് കണ്ണൂരായിരിക്കും, നാളെ തൊടുപുഴയായിരിക്കും. അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ് എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് പോകാൻ ഏകദേശം 3-4 മണിക്കൂർ ഓടണ്ടേ, വെറുതെ എന്തിനാ പോകുന്നേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമായിരുന്നു. നമ്മളെ മുന്നിൽ നമുക്ക് വഴികാട്ടികളായി ഒരുപാട് ലീഡർമാരുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ സ്ക്രീന്. ഇത് എഴുതി വെക്കാത്ത ഒരാൾ പോലും, ഇത് പ്രാവർത്തികമാക്കാത്ത ഒരാൾ പോലും സമയത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കില്ല. 100% ഉറപ്പാണ്. അത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. അപ്പൊ ഇത്ര ഈസിയാണ്. എപ്പോഴും ഞാൻ പറയാ, ബിഗ്ഗർ ദാൻ യുവർ കപ്പാസിറ്റി. നിങ്ങളുടെ ഗോൾ എപ്പോഴും നിങ്ങളുടെ കഴിവിന് കപ്പാസിറ്റിയെക്കാട്ടും വലുതായിരിക്കണം. എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പോയില്ലേ, ചന്ദ്രനിൽ ഇറങ്ങിയ ആളുകൾ, പൈ ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചു, അതേപോലെ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന സ്വപ്നം കണ്ടു അല്ലെ. ഇവരൊക്കെ അവരുടെ കഴിവിനും കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ള ഗോളാണ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നും നമ്മൾ റോഡിലൂടെ നടക്കും. ഫ്ലൈറ്റ് ഉണ്ടാവില്ല, വാഹനങ്ങൾ, വിമാനം കണ്ടുപിടിക്കില്ല. ചന്ദ്രനിലേക്ക് പോകുക എന്ന് പറയുന്നത് അസംഭവമായ കാര്യമാണ് അല്ലെ. ഒരു കാരണവശാലും സാധിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച സമയത്താണ് അവരിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടുന്നതും പോകുന്നതും അവിടെ കീഴടക്കുന്നതും. എവറസ്റ്റ് കൊടുമുടി കീഴടക്കി, ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുണ്ട്. അതേപോലെ മഹാത്മാഗാന്ധിയുടെ ഉള്ളിൽ തോന്നിയ ഒരു ലക്ഷ്യമായി മാറിയപ്പോ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടാണ്. ഇതെന്തിനാ ഞാനിവിടെ പറഞ്ഞു വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമുണ്ട്. സ്മാർട്ട് ഗോളിൽ എ എന്ന് പറയുന്ന അറ്റൈനബിൾ ആണ് എന്ന് പറഞ്ഞു, നമുക്ക് നേടാൻ പറ്റുന്ന ഗോളാണെന്ന് പറഞ്ഞു. അതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കൂടി ഞാൻ ഇവിടെ നിങ്ങളടുത്ത് പറയാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കഴിവിനെക്കാട്ട് അപ്പുറത്തുള്ളത് സെറ്റ് ചെയ്യണം. പക്ഷെ എന്ത് വേണം, ആദ്യം നിങ്ങൾ അറ്റൈനബിൾ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് മനസ്സിനെ പഠിപ്പിച്ചെടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യും, അസാധ്യമായ ഒരു ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും
എല്ലാവിധ വിദ്യാശംസകളും നേർന്നുകൊണ്ട് എന്ത് ചെയ്യാ, ഇന്നത്തെ ഈ ഒരു സെഷൻ നൽകാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, കേൾക്കാൻ എല്ലാം എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രാവർത്തികമാക്കുന്ന ആളുകൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, ഓരോരോ കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങൾ എഴുതി വെച്ച് ഇതേപോലെ ഓരോ ദിവസവും അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ നടത്തി അവനവനോട് ചോദിച്ച് ആരോടും ചോദിക്കണ്ട, അപ്ലൈനോട് ചോദിക്കണ്ട, മറ്റുള്ള ആൾക്കാരോട് ചോദിക്കണ്ട, അവനവനോട് ചോദിക്കണം, ഞാൻ എന്ത് ചെയ്തു. അപ്പൊ മാത്രമേ എന്തുണ്ടാവും, ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ പറ്റൂ. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഈ ഇന്നത്തെ സെഷൻ കുറച്ചുകൂടി അതിലേക്ക് എത്താനുള്ള സ്പീഡ് കൂട്ടാൻ വേണ്ടി സഹായിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുവാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിനീഷ് സാർ. ബിനീഷ് സാർ നമ്മളെ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നു, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരു ഗോൾ വേണം. അപ്പൊ എന്റെ ഒരു മിനിറ്റ് കൊണ്ട് ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഞാനിപ്പോ ഇരിക്കുന്ന വീട് ഒരു 25 വർഷം മുന്നേ തറ കെട്ടിയതായിരുന്നു. അപ്പം അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പൊ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ വന്ന സമയത്താണ് എന്റെ വീട് എനിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. അതെന്റെ ഒരു ലക്ഷ്യമായിരുന്നു. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ വീടുണ്ടാക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അങ്ങനെ 25 കൊല്ലം പരിശ്രമിച്ചിട്ടാണ് എന്റെ വീടിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റും. ഒരു 10 വർഷം മുന്നേ വെട്ടുകല്ല് വരെ ഇറക്കി വെച്ചു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ഗോളിലേക്ക് എത്താൻ നമ്മുടെ നല്ല പരിശ്രമം വേണം. പക്ഷെ ഇവിടെ നമുക്ക് ഈ ബയോട്ടോറിയത്തില് 2-3 വർഷം കൊണ്ട് എന്താണോ നമ്മൾ ലക്ഷ്യം കാണുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ഈ മീറ്റിംഗിന്റെ ക്ലോസിംഗ് സെഷനിലേക്ക് നമ്മളെ ഏറ്റവും പ്രിയങ്കരനായ മനോജ് സാറാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ മനോജ് സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ബയോട്ടോറിയം കേരളത്തിലേക്ക് എത്തിച്ച് നമ്മുടെ എല്ലാം വീടുകളിലേക്കും അതേപോലെ നമ്മുടെ എല്ലാം സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിന് കൂടി സഹായിച്ചിട്ടുള്ള സാറാണ് നമ്മുടെ മനോജ് സാറ്. അപ്പൊ ആ മനോജ് സാർ ഇന്ന് മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവ്വം ഹാർദവമായി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മനോജ് സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പുഷ്കരൻ സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് ഉത്രാട ദിനമാണ്. ഉത്രാട പാച്ചിലിന്റെ തിരക്കിലാണ്. ഉത്രാട പൂനിലാവാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം വളരെ സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്, ഉത്സാഹത്തിലാണ് എല്ലാവരും. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദേശീയോത്സവമാണ്. ഇതൊരു വിളവെടുപ്പ് ഉത്സവമാണ്, അല്ലെ? നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ കർഷകരാണ്. കർഷകരും, അല്ലെ? ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ജയ് ജവാൻ ജയ് കിസാൻ. ജവാന്മാര് നമ്മൾ അതിർത്തിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മൾ സൂഹിക്കുമ്പോഴും, അല്ലെ, അവർ ഉറങ്ങാതെ ശത്രുക്കളെ, അല്ലെ, ശത്രു രാജ്യത്ത് വല്ല പ്രതിരോധം ഉണ്ടോ നോക്കിക്കൊണ്ട് ഉറങ്ങാതെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ജവാന്മാര്. അതുപോലെ നമുക്ക് ഭക്ഷണം തരുന്ന, അല്ലെ, 3 നേരവും 4 നേരവും ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാർക്കറ്റിൽ നിന്ന് സാധനം കിട്ടണ്ടേ? ആ സാധനം ഉണ്ടാക്കാൻ കർഷകർ വേണ്ടേ? അപ്പൊ അവർക്കാണ് വലിയ ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേർക്കും. അപ്പൊ അതില് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിളവെടുപ്പിന്റെ ഒരു ഉത്സവമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ഉത്സവമാണ്. ഓണമായാലും വിഷു ആയാലും പ്രകൃതിയുടെ ഉത്സവമാണ്. വിഷുവിനറിയാം, നമുക്ക് പ്രകൃതി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വരും, കൊന്നയൊക്കെ പൂത്ത്, ഇല്ലേ, അതിമനോഹരമായിട്ട് പ്രകൃതി അണിഞ്ഞൊരുങ്ങുന്നത് കാണാൻ വേണ്ടി സാധിക്കാം നമുക്ക്. അതുപോലെ തന്നെയാണ് ഓണക്കാലത്ത് പലതരത്തിലുള്ള പൂക്കളും, അല്ലെ, അതും ഇതൊക്കെ വന്ന് കള്ളക്കർക്കിടക മാസം കറുത്ത മഴയും ഇടിവെട്ടും ഒക്കെ മാറി, അല്ലെ, പൊന്നിൻ ചിങ്ങത്തിന്റെ, അല്ലെ, ആ സ്വർണ്ണാഭമായ പ്രഭ ഇങ്ങനെ വരുമ്പോ നമ്മുടെ മനസ്സറിയാതെ സന്തോഷത്തിലേക്ക് മാറും. ആ ഒരു ഉത്സവമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. 10 ദിവസം, അത്തം മുതൽ 10 ദിവസം ഭയങ്കര ആഘോഷമാണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറക്കാർക്ക് ഇവിടെ അത്തത്തിന് കൊടിയേറിയ അങ്ങോട്ട് വലിയ ആഘോഷമാണ്. അപ്പൊ ഒരു ആഘോഷത്തിന്റെ അവസരത്തിലാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗ്രേറ്റ് ലീഡർ, മോട്ടിവേറ്റർ, ട്രെയിനർ മിനീഷ് സാർ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചത്. ഈ ഒരു ആവേശം, ഈ ഒരു ആഘോഷം നമ്മുടെ മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു ആഘോഷം ഉണ്ടാകും. എപ്പോഴും മനസ്സ് ഇരുണ്ടു മൂടി കിടക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എത്തിയിരിക്കുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ്. ഇത്രയും കാലം എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഇന്നു മുതൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. ഇന്നലത്തെ വിട്, അല്ലെ, അത് കഴിഞ്ഞുപോയി. അതിനെക്കുറിച്ച് ഇനി ഓർത്ത് സങ്കടപ്പെട്ട് കുറ്റപ്പെടുത്തി വേദനിച്ചിട്ട് അവൻ ശരിയായിരുന്നില്ല, ഇവൻ ശരിയായിരുന്നില്ല, മറ്റതല്ല, അങ്ങനെയല്ല, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് പാസ്റ്റ് ആയി പോയി, കഴിഞ്ഞു, ഫാസ്റ്റ്, അല്ലെ, അത് കഴിഞ്ഞു പോയി.
അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്, അല്ലെ? ഇന്ന് ജീവിക്കുമ്പോ നമുക്ക് നാളത്തെ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ്. നാളത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളില്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിനും അർത്ഥമില്ല. ഉണ്ടോ? അതും വേസ്റ്റാ. അതുകൊണ്ട് നാളേക്കുള്ള നല്ല ഒരു പ്രതീക്ഷകളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന, നാളത്തെ പ്രതീക്ഷകൾ നമ്മളെ നയിക്കുന്ന, അല്ലേ, അതിലേക്ക്, ആ പ്രതീക്ഷകളിലേക്ക്, ആ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് പണിയെടുക്കണം, ഇന്ന് പ്രവർത്തിക്കണം, ഇന്ന് തീരുമാനിക്കണം. നിങ്ങളുടെ ഇന്നത്തെ റിസൾട്ടാണ് നാളത്തെ നിങ്ങളുടെ, ഇന്നത്തെ നിങ്ങളുടെ വർക്കാണ് നാളത്തെ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെ? ശരിയല്ലേ? ആ, ഒന്ന് തമ്പം കഴിക്കുക, കയ്യെങ്കിലും ഒന്ന് വിരലും കാനക്ക്. ഓക്കെ. ചാറ്റ് ബോക്സ് ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, ആക്ഷൻ കാണിച്ചാൽ അതിൽ ഒന്ന് ചിരിക്ക്, ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളും ഇന്നത്തെ നമ്മുടെ പ്രവൃത്തിയുടെയും കൂലിയാണ്, ഫലമാണ് നമുക്ക് നാളെ കിട്ടും. അതുകൊണ്ട് മിനീഷ് സാർ ഇവിടെ വളരെ നല്ല രീതിയിൽ സംസാരിച്ചു. വിജയിക്കണമെങ്കിൽ നമുക്ക് ജീവിത വിജയത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. ബയോട്ടോറിയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. നമ്മളെ തേടി ദൈവം നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ബയോട്ടോറിയം. ഒരു സംശയം വേണ്ട. ഇതെല്ലാവർക്കും കിട്ടിയിട്ടില്ല. കിട്ടിയ ആളുകൾ ഇത് എന്തോന്ന് വെച്ചിട്ട് പുറന്നുകൊല്ലോട് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? ഒരു മധുരം, അല്ലെ? ഞാൻ എപ്പോഴും പറയും പോലെ ഇതൊക്കെ ഒരു നാളികേരം പോലെയാണ്. നാളികേരത്തിന്റെ അകത്താണ് അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്, അല്ലെ? അതിന്റെ ഇളനീര് കുടിക്കുമ്പോൾ, അല്ലെ, എന്ത് ടേസ്റ്റാ, മധുരമുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി പ്രകൃതി നമുക്ക് ഒരുക്കി തന്ന വിഭവമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇതൊക്കെ. അല്ലാണ്ട് നമ്മൾ കൃത്രിമമായി കലക്കുന്ന പെപ്സി, കൊക്കോക്കൊളയൊന്നും അല്ല ഈ സംഭവം. പ്രകൃതി അതിമനോഹരമായ ഒരു, അല്ലെ, സംഭവമാണ് നാളികേരം. അത് കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ, അല്ലെ? ഇളനീർ എന്ന് പറയുന്നത് നമ്മൾ, അല്ലെ? ആ ഇളനീര് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് ക്ഷമയുണ്ടാകണം, കുറച്ച് വിട്ടുവീഴ്ച ഉണ്ടാകണം. മനസ്സിലായ? പലർക്കും ഇവിടെ വിജയിക്കാൻ പോകുന്ന, അവർ നാളികേരത്തിന്റെ ഉദാഹരണത്തിന് ഞാൻ പറയാം, വിജയിക്കാതെ പോകുന്നത് ക്ഷമ എന്ന് പറഞ്ഞ സംഭവമില്ല, വിട്ടുവീഴ്ചയില്ല. മറ്റുള്ളവര്, നമ്മളിലും പല കുടുംബങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നും വരുന്നവരല്ലേ. ഇപ്പൊ നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന കഴിയുമ്പോൾ നമ്മൾ നല്ല ഗോളൊക്കെ സെറ്റ് ചെയ്യും. അടിപൊളിയാ സാറ് പറഞ്ഞ അടിപൊളി സൂപ്പർ ഗോളൊക്കെ സാർ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ദേഷ്യം വരിക, പ്രകോപനം ഉണ്ടാകുക, അവരോട് അങ്ങനെ പറയുക. അതാണ് നമ്മൾ പറഞ്ഞ ക്ഷമ എന്നുള്ളതാണ് നമ്മൾ ആദ്യം വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ക്ഷമയില്ലാത്ത ആൾക്കൊന്നും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം, വാശി, അല്ലെ, വാശി നാശത്തിലേക്ക് എന്നൊക്കെ നമ്മൾ പണ്ട് ഇങ്ങനെ പഴഞ്ചൊല്ലി പറയാറുണ്ട്. അതിന്റെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ നല്ല ഗോളുകളൊക്കെ സെറ്റ് ചെയ്തോളൂ, വീക്കിലി ഗോള്, മന്ത്ലി ഗോള് എല്ലാം സെറ്റ് ചെയ്തോളൂ. ആദ്യം നമ്മൾ നല്ലൊരു ഉത്തമ മനുഷ്യനായി മാറണം. ക്ലിയർ? എന്നാൽ മാത്രമേ ഈ ഗോളൊക്കെ പ്രാവർത്തികമാകുള്ളൂ. ആര് നിങ്ങളോട് എന്ത് പറയുമ്പോഴും നിങ്ങളത് ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക. അവര് തെറ്റാണ് ചെയ്തതെങ്കിൽ പോലും നമ്മൾ അവരോട് അത് വെറുപ്പിക്കാത്ത രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ആദ്യം നമ്മൾ തയ്യാറാകണം. അപ്പോഴും മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, വലിയ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിത്തറ നിങ്ങളുടെ മനസ്സിന് കൊടുക്കാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ക്ലിയർ ആയല്ലോ, അല്ലേ? ക്ഷമയും വിട്ടുവീഴ്ചയും, അല്ലെ, അഹങ്കാരവും ഒക്കെ എടുത്തങ്ങ് മാറ്റണം. അഹങ്കാരം ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പണമാകും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒന്ന് വിട്ടുവീഴ്ചയുണ്ട്. ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റും മനുഷ്യർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ചില വാക്കുകളിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ഒക്കെ പറ്റും. അതിന് നമ്മൾ ക്ഷമിക്കാനും അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താനുമുള്ള ഒരു സാവകാശം എല്ലാവർക്കും കൊടുക്കണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, നമ്മളെ മിനീഷ് സാർ ഇവിടെ പറഞ്ഞു, ഗോളുകൾ പലതരത്തിലുണ്ട്, ഇല്ലേ? ഷോർട്ട് ടേം ഗോൾ ഉണ്ട്, അല്ലെ? ആദ്യമായിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്ക് വലിയ 1 കോടി രൂപ അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അല്ല, അല്ലെ? ഇപ്പൊ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക. ഒരു മാസത്തെ ഒരു ടാർഗറ്റ്, ഈ മാസം നമുക്ക് ഒരു 10,000 രൂപ മേടിക്കണം, അല്ലെ? ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിക്ക് പോയാൽ അത്രയൊക്കെ കിട്ടത്തുള്ളൂ, അല്ലെ? ഒരു 20,000 രൂപ വാങ്ങണം. ഇങ്ങനെ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവര് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അച്ചീവ് ചെയ്യുന്ന ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്ത്. ആദ്യം വന്ന ഉടനെ പ്രസാദ് സാർ മലപ്പുറത്ത് പോയിട്ട് 2 ആൾ ഈ മാസം 1,00,000 രൂപ മേടിക്കണം കേട്ടോ, അടിപൊളിയാണ് സംഭവം, സൂപ്പർ ഫാമിലി ബോണസ് 2 നേരം 60 തവണ കിട്ടും നിങ്ങൾക്ക്, നിങ്ങൾ ഇത്ര തവണ മേടിച്ചാൽ പോരെ? നടക്കുവോ? നടക്കില്ല. കാരണം അവരിത് വന്ന് പഠിച്ച് മനസ്സിലാക്കി 2 പേരോട് പറയാൻ അവർക്ക് അറിയില്ല. അവർ പറയുമ്പോൾ റിജക്റ്റ് ചെയ്യും, അല്ലെ? അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർക്ക്, അപ്പൊ അവർ അച്ചീവ് ചെയ്യാതെ അവർക്ക് നിരാശയായി. 1,00,000 രൂപ സാറ് പറഞ്ഞിട്ടൊന്നും പറ്റിയില്ലോ, ഇത് എനിക്ക് പറ്റില്ലെന്ന് തോന്നുന്നു കേട്ടോ, നടക്കൂല കേട്ടോ എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ഒരു 10,000 രൂപ 2 ഫാമിലി ബോണസ് നിങ്ങൾക്ക് ഈ മാസം നേടാൻ പറ്റില്ല. ഇന്നിപ്പോ 3 തീയതി, ഇല്ലേ? ഇങ്ങനെ ബോട്ടം ലെവലിലുള്ള ആളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളല്ല കേട്ടോ. നിങ്ങളൊക്കെ 1,00,000 മേലെ നേടേണ്ട ആളുകളാണ്. സത്യൻ സാർക്ക് 5 ലക്ഷം മേടിക്കണം ഈ മാസം. ഖദീജാവേണ്ടൊക്കെ മേടിച്ചോളണം. ഞാൻ കുറച്ച് ഫോട്ടോ കാണുന്ന ആളെ പേര് പറഞ്ഞതല്ലോ, വീഡിയോ ഓണാക്കിയ ആളുകളുടെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ.
ഗഫൂർക്കൊക്കെ വിചാരിച്ചിട്ടുണ്ടല്ലോ, ആ മലപ്പുറത്തെ താരമാണ് ഗഫൂർക്കൊക്കെ. ഏലം വീടുകളിൽ ചെന്നാൽ കൊടുക്കുക, ഫാമിലി വീട് ഒരു വീട്ടിൽ ചെന്നാൽ ട്രെയിനോടൊക്കെ എടുപ്പിക്കാനുണ്ട് ഗഫൂർക്ക. മനസ്സിലായ? ഇടത്തനാട്ടുകാര, മനസ്സിലായില്ലേ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് പറ്റുന്ന ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ഒന്നുകൂടി കൂടും. ആ കോൺഫിഡൻസ് ആണ് നമ്മൾ മുന്നോട്ട് നയിക്കുക എന്നുള്ളത്. ചെറിയ ചെറിയ ഗോളുകൾ അച്ചീവബിൾ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മെല്ലെ അവരെ ഈ 30,000-ലേക്കും 50,000-ലേക്കും 1,00,000-ലേക്കൊക്കെ മെല്ലെ മെല്ലെ എത്തിക്കുക. ഇതിന്റെ ഗ്രോത്ത് അങ്ങനെയാണല്ലോ അല്ലെ? ഇതിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് പഠിച്ച കണക്കൊന്നുമില്ല. 1 1 2 2 1 3 എന്നുള്ള കണക്കല്ല ഇവിടെ ഇതിന്റെ ഗ്രോത്ത് അല്ലെ? പണ്ട് സ്കൂളിൽ പഠിച്ചങ്ങനെ 3 1 4 4 1 ആ ഗ്രോത്ത് അല്ല ഇവിടെ. ഇതിന്റെ ഗ്രോത്ത് വേറെയാ അല്ലെ? ശരിയല്ലേ? 2 കഴിഞ്ഞാൽ 4 8 16 32 64 ഇങ്ങനെയാണ് പോകുന്നത്. 128 256 കഴിഞ്ഞാൽ 512 ഒരു ചാട്ടമാണ്. 512 1024 2048 ഇതിന്റെ ഗ്രോത്ത് വേറെയാ. അതുകൊണ്ട് ഒരു ബേസ് റെഡിയാക്കുക, അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ അവരുടെ മനസ്സിൽ കൊടുക്കുക. അപ്പൊ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് വന്നു കഴിയുമ്പോൾ അടുത്ത ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യേണ്ടത് ഓരോ ലീഡേഴ്സാണ്. നിങ്ങളുടെ ടീമിനെ വിളിച്ച് ചേർത്തിരുത്തണം, ഹോം മീറ്റിംഗ് കൂടണം, എന്നിട്ട് അവർക്ക് ഗോളുകൾ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യണം. അച്ചീവ് ചെയ്ത് അവരെ ആദരിക്കണം, റെക്കഗ്നേഷൻ കൊടുക്കണം. അടിപൊളി സൂപ്പർ കേട്ടാ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോസ് ഒക്കെ എല്ലാം തയ്യാറാക്കി നിങ്ങൾക്ക് അറിയില്ല ലീഡേഴ്സിന് കൊടുക്ക്. ഇത് ഗ്രൂപ്പിലിടണം. ഗ്രൂപ്പിലിട്ട ഒരു ലീഡറും മൈൻഡ് ചെയ്യില്ല, ഗ്രൂപ്പ് നോക്കൂല. വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിയാലങ്ങ് പോവും. ഒന്ന് തമ്പടിക്കണം, മനസ്സിലായില്ലേ? എന്നിട്ട് അവരെ പേഴ്സണലായിട്ട് വിളിക്കണം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. ഞാനൊക്കെ വന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫാമിലി ബോണസ് കിട്ടിയത്. നീ വന്ന ഉടനെ ഒരു ഫാമിലി ബോണസ് അടിച്ചില്ല, അടി സൂപ്പർ ആട്ടാ എന്ന് പറയണം. ചിലപ്പോൾ നമ്മളൊരാഴ്ചക്കുള്ള തന്നെ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങ് സംസാരിക്കണം. അടിപൊളിയാ. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവർക്ക് വരുന്ന റെക്കഗ്നേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പൊന്നു സുഹൃത്തുക്കളെ, അവര് പിന്നെ ഗോളുകൾ സെറ്റ് ചെയ്തോളൂ, ഓരോരോ ഗോളുകൾ. അതാണ് ഇവിടെ മിനിസ് സാർ പറഞ്ഞത്. ഗോളുകൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ഗോളുകൾ ചെറിയ ചെറിയ ഗോളുകൾ രൂപയിൽ സെറ്റ് ചെയ്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മളത് മെറ്റീരിയൽ ആക്കി മാറ്റണം എന്നുള്ളതാണ്. 1 കോടി രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പണിക്കിറങ്ങിയാൽ നടക്കൂല, അത് വരില്ല. അങ്ങനെയാണ്. അതാണ് മിനിസ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. അതിനെന്താക്കി മാറ്റണം, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റണം. അതിനാണ് നമ്മൾ ഒരു വീടില്ലാത്തൊരു നല്ലൊരു വീട് പണിയാം. 4000 സ്ക്വയർ ഫീറ്റ്, 5000 സ്ക്വയർ ഫീറ്റ്, 2500 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട്, നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വീട് പണിയാം അല്ലേ? ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എത്ര കുട്ടികളുണ്ട് അതിനനുസരിച്ച് ബെഡ്റൂമും സൗകര്യങ്ങളൊക്കെ വേണം പണിയുമ്പോൾ. മുറിയൊക്കെ കുറച്ച് വലുപ്പത്തിൽ പഴയ മോഡൽ ആകരുത്, കുറച്ച് പുതിയ മോഡൽ കണ്ടംപററി സ്റ്റൈലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പുതിയ മോഡലിലേക്ക് നിങ്ങൾക്ക് പണിയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കേൾക്കുന്നില്ലേ സാറേ? കേൾക്കുന്നുണ്ടോ? അതിന്റെ ഇടയിൽ എന്തോ ഓക്കെ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഗോളുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറിച്ചിടണം. അത് 6 മാസം കൊണ്ട് നടക്കുന്ന പറഞ്ഞ് കുറിച്ചിടണ്ട, 1 വർഷത്തേക്കോ 1.5 വർഷത്തേക്കോ ആയിക്കോട്ടെ. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ഗോളുകൾ, സ്ഥലം ഇല്ലാത്ത ആളാണ്, ആദ്യം സ്ഥലം വാങ്ങാനുള്ള ഗോൾ സെറ്റ് ചെയ്യുക മനസ്സിൽ. അത് എവിടെ വാങ്ങണം, എത്ര രൂപക്ക് വാങ്ങണം, അതിനൊരു ലൊക്കേഷൻ നിങ്ങൾ നോക്കി നടക്കുക. എന്നാൽ അത് ആ ലൊക്കേഷനെ നിങ്ങൾ മനസ്സിലേക്ക്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കണം. മനസ്സിലായ? നിങ്ങൾ വാങ്ങാൻ നിങ്ങളുടെ നാട്ടിലെ പ്രദേശത്ത് ഇന്ന സ്ഥലത്താണ് അടിപൊളിയായിരുന്നു കേട്ടോ, അത് ടൗണിൽ അടുത്താണ്. എല്ലാവരും ടൗണിലാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെ? അപ്പൊ ടൗണിനടുത്താണ് അല്ലെ? ബസ് ഇറങ്ങി അങ്ങോട്ട് ഇച്ചിരി നടക്കാനേ ഉള്ളൂ, അവിടെ സൗകര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലൊക്കേഷൻസ് നിങ്ങൾ പോയി നോക്കുക. 10 പൈസ കയ്യിൽ വേണ്ട, മനസ്സിലായ? ബിജു സാറൊക്കെ ഇവിടെ ഉണ്ട്, സ്ഥലമൊക്കെ വേണമെങ്കിൽ പുള്ളികളൊക്കെ ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ, വളരെ ചീപ്പായിട്ട് സ്ഥലം കിട്ടും. അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയി നോക്കുക, എന്നിട്ട് അത് കാണുക. അപ്പൊ കിഴക്കോട്ട് നോക്കി വീട് പണിയാനുള്ള സൗകര്യമുള്ള നല്ല അടിപൊളി സ്ഥലമാണ് അല്ലെ? സാധാരണ കിഴക്കോട്ടാണ് ദർശനം പലരും ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ ആ സ്ഥലമൊക്കെ നോക്കി വെച്ച്, നിങ്ങളതിൽ 10 പൈസ ഉണ്ടാവില്ല. ഞാനങ്ങനെ എത്ര സ്ഥലം നോക്കാൻ പോയിട്ടുണ്ട്, 10 രൂപ ഇല്ലാണ്ട് സ്ഥലം നോക്കാൻ പോയവരാണ് ഞാൻ. അങ്ങനെ നോക്കി നടന്ന് എവിടെ കാച്ചി, അതിനെത്ര വില, ഇതിനെത്ര അങ്ങനെ നടന്ന് ഇതിന്റെ നടന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നുണ്ട്. ഞാൻ ഒന്നും കള്ളം പറയില്ല. സത്യം, ബൈ ഗോഡ്, ദൈവത്താണ് സത്യം. ഞാനിവിടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് മുളന്തുരുത്തി ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ വില കുറഞ്ഞ് കിട്ടും. ആരൊക്കൊന്നും ഈ പ്രദേശത്തുള്ള ആൾക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കോഴിക്കോടുള്ളവർക്കൊന്നും അറിയില്ല. ഏകദേശം അത്ര വലിയ ദൂരമില്ല ഇവിടെ നിന്ന്. അവിടെയൊക്കെ വില കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മകനെയും കൊണ്ട് 2 വീലർ ഓടിച്ച് അതിലേക്ക് നടന്ന് വലിയ മഴയൊക്കെ നനഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 10 പൈസ ഇല്ല കേട്ടാ. എന്നാലും ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് പോയി നോക്കാൻ വെച്ചിട്ട് അങ്ങനെ നോക്കി കഴിയുമ്പോഴേക്കാണ് വയട്ടോറിയം എന്റെ അടുത്തേക്ക് വന്നതും. സത്യം, അതിന് മുമ്പ് ഒന്നുമില്ല, ഞാൻ നോക്കലാണ്. നമുക്കൊരു താല്പര്യം, എങ്ങനെ ഒരു വീട് പണിയാന്നല്ലേ, 3 സെന്റിങ് മതി. ഇവിടെയൊക്കെ ഞാൻ താമസിക്കുന്നിടത്തൊക്കെ വലിയ എമൗണ്ട് കൊടുക്കണം, 5 ലക്ഷത്തിൽ മുകളിൽ കൊടുക്കണം. ഇപ്പൊ ഞാൻ വാങ്ങിച്ചത് 7 ലക്ഷം രൂപക്കാണ് വാങ്ങിച്ചത്. ടൗണിലെ കുറച്ചും കൂടെ അങ്ങോട്ടാണ് 10 ലക്ഷം 12 ലക്ഷം 15 ലക്ഷമാണ്. ഇച്ചിരി 2 കിലോമീറ്റർ ഇങ്ങോട്ട് വാങ്ങിച്ചേ. നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ് ഇവിടെ. 7 സെന്റ് സ്ഥലം അങ്ങനെ മേടിച്ചു. പല സ്ഥലത്തും പോയി നോക്കി.
ചുമ്മാ നോക്കിയതാ, 10 പൈസ ഇല്ലാതെ പോയി നോക്കിയതാണ്. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ രീതിയിലേക്ക് എനിക്ക് പണം ഉണ്ടാക്കാനുള്ള വഴി, അവസരം ദൈവം ബയോട്ടോറിയത്തിലേക്ക് കൊണ്ടുത്തന്നു. മനസ്സിലായോ? നിങ്ങൾ നോക്കൂ, വീട് ഇല്ലാത്തൊരു സ്ഥലം പോയി നോക്കണം കേട്ടോ. 10 പൈസ വേണ്ട നിങ്ങളുടെ കയ്യിൽ. നല്ല സ്ഥലങ്ങളൊക്കെ പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ എവിടെയെങ്കിലും ഒരു 3 സെന്റെങ്കിലും, അല്ലെ, അല്ലെങ്കിൽ മലയാളികളുടെ ലക്ഷ്യമാണ് 3 സെന്റ്, അല്ലെങ്കിൽ 5 സെന്റെങ്കിലും എനിക്ക് വാങ്ങണം എന്നുള്ള ഒരു നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് എന്താ വഴി ദൈവമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബയോട്ടോറി ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. കിട്ടാത്ത ആളുകളായിരിക്കും, കിട്ടിക്കഴിഞ്ഞില്ലേ. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നറിയാം, അങ്ങോട്ട് ഇറങ്ങുക. ഇറങ്ങുമ്പോ നിങ്ങളെ പിടിച്ചുയർത്താൻ വേറെ ശക്തികളുണ്ട് എന്റെ പൊന്നു സുഹൃത്ത്. നിങ്ങൾ അടിച്ചമർത്താൻ നോക്കുന്ന കുറെ ആളുകളുണ്ടാവും. കൂട്ടുകാരി എന്ന് പറയുന്ന ആളുകളുണ്ടാവും, മനസ്സിലായ, ബന്ധുക്കളെ എന്ന് പറയുന്ന ആളുകളുണ്ടാവും, സുഹൃത്തുക്കളെ എന്ന് പറയുന്ന ആളുകളുണ്ടാവും. എല്ലാവരും അല്ല, അതിൽ 90% ആളുകളും നിങ്ങൾ തകർക്കാരെ നോക്കുള്ളൂ കേട്ടാ. എന്റെ അനുഭവം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ വരച്ച അനുഭവം ഉണ്ടാവാം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓ ഇതൊക്കെ പറഞ്ഞ് പോവുകയുള്ളൂ. പക്ഷെ നമ്മുടെ സ്വപ്നം അതിതീവ്രമാണെങ്കിൽ, അതികഠിനമാണെങ്കിൽ, ആഗ്രഹം അതികഠിനമാണെങ്കിൽ അത് ഈ പ്രകൃതി ശക്തി നടത്തി തരും എന്റെ പൊന്നത്. അത് ആവേശത്തോടെ ആ ലക്ഷ്യം, ആ മനസ്സിൽ ആ സ്ഥലം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഇറങ്ങിക്കോളൂ. ഒരു സംശയം വേണ്ട, ഒറ്റ വർഷത്തിനുള്ളിൽ ഇത് സാധിക്കും, ഒരു സംശയം വേണ്ട. ഞാൻ സാധിച്ച വഴിയാ പറയണം. അങ്ങനെ വീട് എന്നുള്ള ഒരു വലിയ സ്വപ്നമായിട്ടാണ് ഞാൻ, ഒരു തീക്കാറ്റ് ഉണ്ടായിരുന്നു ഉള്ളിനകത്തൊരു തീക്കാറ്റ്, ഉള്ളിനകത്തൊരു തീക്കാറ്റ് ഉണ്ടാക്കണം. നമ്മളെ 78 ഓർഗൻസിനെയും വേവിക്കുന്ന ഒരു തീക്കാറ്റ് ഉള്ളിൽ ഉണ്ടാകണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ചൂടുള്ളിൽ ഇങ്ങനെ വരണം, മനസ്സിലായില്ലേ? അങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങിക്കോളൂ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും നേടാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള വേൾഡിലെ നമ്പർ 1 പ്ലാറ്റ്ഫോമിലുള്ളത്. ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ, കുറ്റപ്പെടുത്തുന്നല്ല, അല്ലെ, ഒരു തൊഴിലാണത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കപ്പൽ വാങ്ങണം എന്ന് വിചാരിച്ചാൽ നടക്കുവോ? ഒരു കപ്പലണ്ടി കച്ചവടക്കാരന്റെ മോഹം ഒരു കപ്പൽ വാങ്ങണം, നടക്കുവോ? നടക്കില്ല. കാരണം അതിൽ അത്രേ വരുമാനം കിട്ടുള്ളൂ, നമുക്കറിയാം, അല്ലെ. പക്ഷെ ബയോട്ടോറിയത്തിൽ അതല്ല. ബയോട്ടോറിയത്തിൽ നിങ്ങൾക്ക് ഒരു കപ്പൽ വാങ്ങണം എന്ന് വിചാരിച്ചാൽ അത് നടക്കും. ഒരു ജെറ്റ് വാങ്ങണം എന്ന് വിചാരിച്ചാൽ അത് നടക്കും, ഇല്ലേ? ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വീട് വാങ്ങണം എന്ന് വെച്ചാൽ നടക്കും. അതാണ് പ്ലാറ്റ്ഫോം. ഇതെല്ലാം നേടേണ്ടത് നമ്മുടെ ഗോൾ സെറ്റിങ്ങിലൂടെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കൾ. നിങ്ങൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്നതിന്, ബ്രെയിൻ ഏറ്റെടുത്ത് കഴിഞ്ഞാണല്ലോ, സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞാണല്ലോ അത് നടത്തി തരും. സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് ഏറ്റെടുക്കൂല സെന്തിൽ കുമാർ സാറേ. ആദ്യം ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ബ്രെയിനിലേക്ക് ഇങ്ങനെ കൊടുത്തോളൂ. ഞാൻ മേടിക്കും, നടക്കും, മനസ്സിലായ? നടക്കുന്നു, ഞാൻ നടത്തുന്നു. 10 ആളെ കാണും, ഞാനില്ല കേട്ടാ, ഈ ഉടായ്പ പരിപാടിക്കൊന്നും ഞാനില്ല എന്ന് പറയുമ്പോ ഇതൊന്നും നടക്കൂല കേട്ടോ, എന്നാ പണിക്ക് പോകാന്ന് ചിന്തിക്കരുത്. ഈ 10 ആള് പോയി അടുത്ത 100 ആൾ ഇവിടെ ഉണ്ട്, അവരെ കാണും, ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു ആവേശം നിങ്ങളുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് ആവർത്തിച്ച് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നടക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ കോട്ടയത്തിന്റെ അടുത്ത് പേര് പെട്ടെന്ന് ഞാൻ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്ത് ഒരു ചെറിയ കടയിൽ പലചരക്ക് കടയായി നടത്തിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് അബ്ദുൾ ഖാദർ എന്നാണ്. അബ്ദുൾ ഖാദർ. ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ വലിയ ടൗൺ ഒന്നുമല്ല, ചെറിയൊരു ഗ്രാമപ്രദേശം. ഭാര്യയും അദ്ദേഹമാണ് കടയിൽ ഇരിക്കുക. അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ആശയം തോന്നി, കുറച്ച് പുട്ടുപൊടി ഉണ്ടാക്കിയാലോ. അങ്ങനെ ചെറിയൊരു മില്ല്, അല്ലേ, പൊടിക്കുന്ന മില്ലുണ്ടല്ലോ ഗ്രാമങ്ങളിലൊക്കെ, അങ്ങനെ ഒരു മില്ല് തുടങ്ങി പുള്ളി. മില്ല് തുടങ്ങിയിട്ട് ഇത് പുട്ടുപൊടി ഉണ്ടാക്കുന്നുണ്ട്. പുട്ടുപൊടി ഉണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിലേക്ക് നിറച്ചിട്ട് അവിടുത്തെ കടകളിലൊക്കെ കൊണ്ടുകൊടുത്തു. MRP ഇത്ര, എനിക്ക് ഇത്ര തന്നാണ്, നിങ്ങൾക്ക് ഇത്ര രൂപ വിറ്റോ. അപ്പൊ പുള്ളിക്ക് ചെറിയൊരു ലാഭം കിട്ടും. അങ്ങനെ പുള്ളി അതൊക്കെ ഉണ്ടാക്കിയിട്ട് സൈക്കിളിൽ കൊണ്ടുപോയിട്ട് അടുത്ത കടകളിലൊക്കെ കൊടുക്കാൻ തുടങ്ങി. ആ കടകളിലൊക്കെ വന്നിട്ട് ആളുകളൊക്കെ വാങ്ങിക്കൊണ്ടവർക്ക് പുട്ടിന് നല്ല ടേസ്റ്റ്, കുഴപ്പമില്ല കേട്ടാ, ഇക്കാന്റെ പുട്ടുപൊടി നല്ല അടിപൊളിയാ. ഇങ്ങനെ ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഈ പുട്ടുപൊടി ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് കൊടുക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടപ്പോൾ കുറച്ചും കൂടി അടുത്ത ജില്ലകളിലേക്ക് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതിന്റെ പാക്കറ്റൊക്കെ ഒന്ന് മാറ്റി, വെറും പ്ലാസ്റ്റിക്കിനകത്ത് നിറച്ചുകൊണ്ട് കൊടുക്കുക. പിന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് മാറ്റി ഒരു പേരൊക്കെ ഇട്ടു. ആ സ്ഥാപനത്തിന്റെ പേരാണ് അജ്മി, AJIMI, അജ്മി പുട്ടുപൊടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? കോഴിക്കോടുകാരനായ സത്യൻ സാറും, അല്ലെ, എറണാകുളംകാരനായ ഞാനും, തിരുവനന്തപുരത്തുള്ള ആളും ഇന്ന് അത് വിദേശങ്ങളിലേക്ക് പോലെ എത്തി എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അജ്മി പുട്ടുപൊടി ആലോചിച്ച് നോക്കണം നിങ്ങൾ. അദ്ദേഹത്തിന്റെ തീവ്രമായ ഒടുക്കത്തെ അടങ്ങാത്ത ആഗ്രഹം, മനസ്സിലായ? കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ, ഇല്ലേ? അദ്ദേഹം 3 ഏക്കർ വീടൊക്കെ കൃഷ്ണന്റെ ഇഷ്ടംപോലെ വീടൊക്കെ പണിതു. ഇപ്പോ ഒരു 3 ഏക്കർ സ്ഥലം ഈരാറ്റുപേട്ടയിൽ വാങ്ങിയിട്ട് 3 മക്കളാണ്. 3 മക്കളും കുടുംബമാണ് ഈ ബിസിനസ് നടത്തുന്നത്.
അവിടെ അടിപിടിയൊന്നും ഇല്ലട്ടോ മക്കള് തമ്മിൽ. മൂന്നാള് സ്നേഹത്തോടെയാണ് നടത്തുന്ന ബിസിനസ്. അവർക്ക് മൂന്നാൾക്കും ഓരോരാൾക്കും 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിതിരിക്കുക. 45,000 സ്ക്വയർ ഫീറ്റിന്റെ വീട്. 3 ഏക്കർ 2 സംതിങ് ഏക്കർ ഉണ്ട്. അതിനകത്ത് കാണണം, അറേബ്യൻ സ്റ്റൈലിൽ പണിത വീട് കാണണം നിങ്ങൾ. ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് 15,000 സ്ക്വയർ ഫീറ്റ്, 45,000 സ്ക്വയർ ഫീറ്റിന്റെ വീട്. വെറും ഒന്നുമില്ലായ്മയിൽ നിന്ന്, മനസ്സിലായ, വെറും ചെറിയൊരു കടയിൽ നിന്നാണ് ആ സ്വപ്നം അദ്ദേഹത്തെ ഇന്ന് ബിസിനസ് രാജകുമാരനാക്കിയിട്ട് ആ മക്കളെ വളർത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഇതാണ് മൈൻഡ് പവർ എന്ന്, ഇതാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിലേക്ക് അജ്മി പുട്ടുപൊടി പോവുക, മനസ്സിലായ, അത് ട്രഡീഷണൽ ബിസിനസ് ആണ്. പക്ഷെ നമ്മളതെന്ന് പറഞ്ഞാൽ ഇത് അണുബോംബാണ് അല്ലെ. നമ്മൾ പറഞ്ഞാൽ എന്താണ് ബിസിനസ്? നമ്മളത് ഡയറക്ട് സെല്ലിംഗ് ആ. അതിന്റെ 100,000 10,000 മടങ്ങ്, ലക്ഷക്കണക്കിന് മടങ്ങ് ശക്തിയുള്ള ഒരു ബിസിനസ്സാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള തീവ്രമായ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അല്ലാണ്ട് 1,00,000 റുപ്യ എങ്ങനെയും കിട്ടിയാൽ മതി, അല്ലെ പണയം വെച്ച പൊന്നൊക്കെ ഇങ്ങോട്ട് എടുത്താൽ മതി, പിന്നെ ഞാൻ വയട്ടൂരത്തിലേക്കൊന്നും ഇല്ല കേട്ടാ. 5,00,000 റുപ്യ കിട്ടിയാൽ മതി. ഇങ്ങനെയുള്ള ചെറിയ ഗോളുകളൊക്കെ നിങ്ങൾ അടിച്ച് മാറ്റിക്കൊണ്ട് വലിയ സ്വപ്നം കാണണം. ഞാനും ചെറിയ ഗോളുകളൊക്കെ ആയിട്ടാണ് വന്നതെന്ന്. പക്ഷെ ഇപ്പോ വലിയ സ്വപ്നത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം നമ്മുടെ റീപർച്ചേസ് വന്നതോടുകൂടിയിട്ട് നമ്മുടെ ഗോളൊക്കെ മാറ്റി 10 കോടി 20 കോടിയൊക്കെ മാറ്റിയിട്ട് ഒരു ശതകോടീശ്വരനായി മാറുക. ശതം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, 100 ശതം എന്ന് അറിയാത്ത കോടി പറഞ്ഞ 100 കോടീശ്വരൻ. ഒരു 100 കോടി രൂപയെങ്കിലും ബയട്ടോറിയത്തിൽ ഒരു 2030 ആകുമ്പോഴേക്ക് അടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ എന്താ പറയാ, റോക്കറ്റ് വേഗത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒരു സംശയം വേണ്ട. ഇതുപോലുള്ള ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യും, സ്മാർട്ട് ഗോളുകൾ സെറ്റ് ചെയ്യും, ഷോർട്ട് ടേം ഗോളുകൾ സെറ്റ് ചെയ്യും, മന്ത്ലി ഗോളുകൾ സെറ്റ് ചെയ്യും, മനസ്സിലായ, ഹാഫ് ഇയർലി ഗോളുകൾ, ക്വാർട്ടർലി ഗോളുകൾ സെറ്റ്. ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിക്കോ. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വിജയിപ്പിക്കുന്നതിന് വേണ്ടി മിനീഷ് സാറിനെ പോലുള്ള ഗ്രേറ്റ് ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് ഒന്നായി മുന്നേറാം. അടുത്ത ഓണമാകുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വേറെ ലെവലിലേക്ക് മാറണം എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അതിനുള്ള ഒരു പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ഒരു സംശയവും വേണ്ട. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം റീപർച്ചേസ് വന്നത് കൂടിയിട്ട് ബയട്ടോറിയം വേറെ ലെവലിലേക്ക് മാറിയിരിക്കുന്നു. ഗ്രോസറി ഐറ്റംസ് വരുന്ന ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാ. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ വേണ്ടി വരാൻ വേണ്ടി പോവാണ്. അങ്ങനെ A to Z ഉൽപ്പന്നങ്ങൾ റീപർച്ചേസിലൂടെ വരുമ്പോൾ ഒരു മാസം 45 ലക്ഷം രൂപ എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടത്. ഒരു ദിവസത്തെ വരുമാനമായിട്ടത്. ഇനി ഒരു മന്ത്ലി, ഒരു മാസം കഴിയുമ്പോൾ 45 lakhs ഒരു സ്ക്രീൻഷോട്ട് ഇടണം എന്നൊരു സ്വപ്നമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നിങ്ങൾക്കും സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കണം. സ്വപ്നം കാണുന്നവന് മാത്രമേ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ സ്വപ്നങ്ങൾ വെറും കിടന്നുറങ്ങിക്കൊണ്ട് കാണുന്നതായിരിക്കരുത്. ആ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് അമ്പിളിമാമൻ എന്ന് പറഞ്ഞിട്ട് ആകാശത്ത് കാണുന്ന അല്ലേ ചന്ദ്രനെ നമ്മൾ രാത്രിയിൽ കാണിച്ചു കൊടുക്കാറുണ്ടല്ലേ. അതിനെത്തിപ്പിടിക്കാൻ വേണ്ടി കുട്ടികൾ ഇങ്ങനെ അത് പിടിക്കാൻ വേണ്ടി പോകാറുണ്ടല്ലേ. ചെറിയ കുട്ടികൾ അമ്പിളിമാമൻ എനിക്ക് പിടിക്കണം എന്ന് പറഞ്ഞ് പോകുന്ന സ്വഭാവമുണ്ട് കുട്ടികൾക്ക്. അതുപോലെ ആയിരിക്കണം നിങ്ങൾ കുട്ടികളുടെ മനസ്സ് പോലെ നിഷ്കളങ്കരായിട്ട്, മനസ്സിലായി ഞാൻ പറഞ്ഞ ക്ഷമയും വിട്ടുവീഴ്ചക്കണം. കുട്ടികളുടെ മനസ്സ് പോലെ നിഷ്കളങ്കരായിട്ട് ആവേശത്തോടു കൂടി നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ നിങ്ങൾക്ക് കയ്യെത്തി പിടിക്കാൻ വേണ്ടി സാധിക്കുന്ന സ്ട്രോങ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലാണുള്ളത്. തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത ഓണമാകുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെയായിരിക്കണം, നല്ലൊരു പ്രീമിയം കാർ എടുത്തുകൊണ്ട് എറണാകുളത്തെ ടോപ്പ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വന്നിട്ട് അല്ലെ എല്ലാ ബന്ധുക്കൾക്കും അടുത്ത അയൽവക്കക്കാർക്കൊക്കെ നല്ല ഓണക്കോടി വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു കാറിൽ സഞ്ചരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾ അപ്പൊ തന്നെ അത് ഡ്രീമായിട്ട് കാണുക. എന്റെ എറണാകുളം ആയതുകൊണ്ട് എറണാകുളം പറഞ്ഞത് ഓരോ ആളുകൾ ആ ഡ്രീം നിങ്ങൾക്ക് നേടിത്തരുന്നതിന് വേണ്ടി പ്രകൃതി ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിന് കട്ടൊക്കെ വിയർപ്പൊഴുക്കാൻ തയ്യാറാകണം. വിയർപ്പെടുക്കണം, പണിയെടുക്കണം. പണിയെടുക്കാതെ ഒരു രക്ഷയില്ല അല്ലെ. അതുകൊണ്ട് പണിയെടുക്കാൻ തയ്യാറാ, നല്ല ഗോളുകൾ സെറ്റ് ചെയ്യുക, സ്മാർട്ട് വർക്കിലേക്ക് ഇറങ്ങുക. ഒരു സംശയവും വേണ്ട. എല്ലാവർക്കും അടുത്ത ഓണം വലിയൊരു പൊന്നോണമായി തീരും. ഇപ്രാവശ്യം കുറവൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ആ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കൊണ്ട് നല്ല ഗോളുകൾ സെറ്റ്. എന്തായാലും ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുത്ത ഓരോരുത്തർക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിച്ച നമ്മുടെ ഗ്രേറ്റ് ലീഡർ മിനീഷ് സാറിനും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നാളെ നമ്മുടെ സൂം മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ല രാവിലെ. നാളെ തിരുവോണമാണ്. അപ്പൊ ഇന്ന് ഉത്രാട പാച്ചിലാണ്. ഇന്ന് ഉത്രാട പൂനിലാവൊക്കെ വരും കുറച്ച് കഴിയുമ്പോൾ. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ആഘോഷിച്ച് നാളെ പ്രോഗ്രാമില്ല. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ശനിയാഴ്ച രാവിലെ സുപ്രഭാതത്തിൽ കാണാം. ശനിയാഴ്ച രാത്രി നമ്മൾ ഓണാഘോഷം, നമ്മുടെ സൂമിലുള്ള ഓണാഘോഷം വെച്ചിട്ടുണ്ട്. എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഞാൻ നോക്കും കാതർക്ക എന്താ പാട്ട് പാടുന്നത്,
സത്യൻ സാർ എന്താ ചെയ്യുന്നത്, ഭഗവത് സാർ എന്താ ചെയ്യുന്നത്, അതിനാണ് നേരത്തെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. നമ്മളൊരു കുടുംബമല്ലേ, ഒരു രസമല്ലേ ഇതൊക്കെ അല്ലെ? നിങ്ങളുടെ കഴിവുകൾ എന്ത് കഴിവുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക. പഴയ മോണോ ആക്ട് കളിച്ചവരുണ്ട്, മിമിക്രി കളിച്ചവരുണ്ടാകും കോളേജിൽ ഇല്ലേ? അപ്പൊ എല്ലാവർക്കും അതിനുള്ള അവസരം ഉണ്ടാകും. ടീമിലേക്ക് പറഞ്ഞുകൊണ്ട് കഴിവുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കണം. വലിയൊരു ആഘോഷമാക്കി നമുക്ക് മാറ്റണം ശനിയാഴ്ച. അതുകൊണ്ട് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒക്കെ ഓണം നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ വേട്ടോ.